ഓക്കെ ആണ്. സ്റ്റാർട്ട് ചെയ്യട്ടെ ഞാന്? അല്ല, ഞാൻ പറയാം. ആ നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഇന്ത്യയിൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 39 മിനിറ്റ് ആണ്. സൗദി അറേബ്യയിൽ, ഖത്തറിൽ, ബഹറിൽ, കുവൈറ്റിൽ ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ് 9 മിനിറ്റ്. യു എയിലും ഒമാനിലും 4 മണി കഴിഞ്ഞ് 9 മിനിറ്റ് ആണ്. ഇന്ന് വലിയ പെരുന്നാളാണ്. വലിയ പെരുന്നാളായി ഒരു വലിയ ആഘോഷമായി കളയാം എന്ന് വെച്ചു. അങ്ങനെ ആ ആഘോഷത്തിന് നമ്മൾ ചേരുമ്പോൾ നമുക്കൊപ്പം ഇന്ന് ഉള്ളത്, ചിലവരുടേത് റെഡിയാവും, ചിലവരുടേത് റെഡിയാവില്ല. എന്റേത് റെഡിയായില്ല, എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ നമ്മുടെ മുഹമ്മദ് ഫായിസ് എന്ന കൊച്ചുമിടുക്കൻ ചില മിനിറ്റുകൾക്കുള്ളിൽ നമുക്കൊപ്പം ചേരുന്നു. ഒപ്പം വിവിധ ഇടങ്ങളിൽ നിന്ന് പാട്ടുകാരും കലാകാരന്മാരും ഒക്കെ നമുക്കൊപ്പം ചേരുകയാണ്. അതുപോലെ രണ്ട് പൂച്ചകളുടെ കഥ പറഞ്ഞുകൊണ്ട് കേരളത്തിന്റെ മനസ്സ് കവർന്ന സായി ശ്വേത ടീച്ചർ നമുക്കൊപ്പം ചേരും. അങ്ങനെ ഒരു രസകരമായ മിക്സ് ആണ് ഇന്ന് നമ്മുടെ ഈ പാനലിൽ ഉള്ളത്. നമ്മളപ്പോ ഈ പെരുന്നാൾ ആഘോഷം അങ്ങനെ തകർക്കാൻ തീരുമാനിക്കുകയാണ്. കോയമ്പത്തൂരിൽ നിന്ന് ഷെറിൻ ജോർജ് കലാക്ഷേത്രം നമുക്കൊപ്പം ഉണ്ട്. നർത്തകിയും ഗായികയുമാണ്. ലൗലി ജനാർദ്ദനൻ വിദേശ രാജ്യങ്ങളിൽ ഒരുപാട് സ്റ്റേജ് ഷോകൾ ചെയ്യുന്ന വളരെ അനുഗ്രഹീതയായ ഗായിക കേരളത്തിൽ നിന്ന്, തിരുവനന്തപുരത്ത് നിന്ന് ഉണ്ട്. ശാലിനി റിയാദിൽ നിന്നാണ് ശാലിനി ചേരുന്നത്. റിനി ജസ് പത്തനംതിട്ടയിൽ നിന്ന്. സജിൻ ജയരാജ് സിനിമ പിന്നണി ഗായകൻ കൂടിയായ പ്രിയ സുഹൃത്ത് സജിൻ കേരളത്തിൽ നിന്ന് ചേരുന്നു. നിഷ ബിനേഷ് സൗദി അറേബ്യയിലെ റിയാദിൽ നിന്ന് ചേരുകയാണ്. അല്പസമയത്തിനകം മുഹമ്മദ് ഫായിസ്, അവന് ഈ പറഞ്ഞതുപോലെ, അവൻ നേരത്തെ അവന്റെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇത് കാര്യങ്ങളെല്ലാം റെഡിയായി വരുമോ എന്ന് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ചെറിയ ചില റേഞ്ചിന്റെ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ എങ്കിലും വൈകാതെ എത്തും എന്നുള്ളതാണ്. വൈകാതെ ജോയിൻ ചെയ്യും. അവന്റെ വീട്ടിലൊരു ചെറിയ ഫംഗ്ഷൻ നടക്കുന്നു. ഫായിലൊരു ചെറിയ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഈ പെരുന്നാളൊക്കെ ആയിട്ട് എനിക്ക് തോന്നുന്നു 1-2 ഈ രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ, 2-3 രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ ഫായിസിനെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. അത് തീർന്നു കഴിഞ്ഞാൽ ഉടനെ ഫായിസ് നമുക്കൊപ്പം ചേരും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. നമുക്ക് ഏതായാലും ഈ പെരുന്നാൾ ആഘോഷത്തിലേക്ക്, വലിയ പെരുന്നാൾ ആഘോഷത്തിലേക്ക് കടക്കാം എന്ന് വിചാരിക്കുമ്പോൾ മനോഹരമായ ഭക്തിഗാനങ്ങൾ കൊണ്ടും ഈ സ്പീഡ് നമ്പറുകൾ കൊണ്ടൊക്കെ സ്റ്റേജുകളെ ഇളക്കി മറിക്കുന്ന ലൗലി ജനാർദ്ദനന്റെ ഒരു മാസ്മരിക പ്രകടനത്തിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിക്കുകയാണ്. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഒരിക്കൽ കൂടി ലൈവ് ഫ്രം ദ ഹാർട്ടിലേക്ക്. എല്ലാവർക്കും സ്വാഗതം. ലൗലി, നമുക്കങ്ങ് തുടങ്ങിയാലോ? ഓക്കെ ഫിറോസ്, ഓക്കെ, താങ്ക് യു സോ മച്ച് ഫിറോസ്. ഞാന് എല്ലാവർക്കും, നമ്മുടെ പ്രവാസികളായിട്ടുള്ള എല്ലാവർക്കും, തന്നെയുള്ള എല്ലാ മുസ്ലിം നിറഞ്ഞ വലിയ പെരുന്നാൾ ആശംസ വിശ്വാസികൾക്കും, എല്ലാ മതവിശ്വാസികൾ, എല്ലാ ഇസ്ലാം മതവിശ്വാസികൾക്കും ഹൃദയം നിറഞ്ഞ ഒരു പെരുന്നാൾ ആശംസ അറിയിച്ചുകൊണ്ട്, വലിയ പെരുന്നാൾ ആശംസ അറിയിച്ചുകൊണ്ട് നമുക്ക് സൗദി അറേബ്യയിൽ നിന്നും വരുന്ന ഈ ലൈവിലേക്ക് അവിടുത്തെ മക്കയെ സ്തുതിച്ചുകൊണ്ട് ഒരു ഗാനത്തോടു കൂടി തന്നെ ആരംഭിക്കാം എന്ന് വിചാരിക്കുന്നു. എന്നെ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ച ഫിറോസിന് ഏറ്റവും നല്ല ഒരു സന്തോഷപ്രദമായ നന്ദി അർപ്പിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ കലാകാരന്മാർക്കും, സായി ശ്വേത എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ സായി ശ്വേതയ്ക്ക് ഒരു മെസ്സേജ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്ന ഇടയ്ക്ക്. എല്ലാവർക്കും എന്റെ സന്തോഷം അറിയിച്ചുകൊണ്ട് ആരംഭിക്കാം. മക്ക മദീനെ की सरजमी का चिर है, आफ़ताबे नूर है। मक्का 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 मदीना ജന്മത്തിൻ അർത്ഥമെന്തോ
പുണ്യമാം ഗേഹം പൂകി ഉത്തമർ നിങ്ങൾ വീണ്ടും സ്വച്ഛമാം ജന്മമുന്നി ഒത്തിടട്ടെ വിധിയായിടട്ടെ ഒത്തിടട്ടെ വിധിയായിടട്ടെ മക്ക മദീനത്തിൽ എത്തുവാനല്ലാതെ തുച്ഛം ജന്മത്തിൻ അർത്ഥമെന്തു ലബൈക അല്ലാഹുമ്മ ലബൈക ലബൈക അല്ലാഹുമ്മ ലബൈക ലബൈക അല്ലാഹുമ്മ ലബൈക അല്ലാഹുമ്മ ലബൈക കണ്ണിനു കണ്ണായുള്ള റസൂലിൻ പുണ്യപദങ്ങൾ പതിഞ്ഞൊരു മണ്ണ് കണ്ണിനു കണ്ണായുള്ള റസൂലിൻ പുണ്യപദങ്ങൾ ഇബ്രാഹിം കാവാച്ചുമറി ജന്മത്തിൻ ഉടയോന മണക്ക ഒത്തിട വിധിയാ വിധിയായിടട്ടെ കനവിലും ഉണർവിലും തിരയുന്നൊരിടമല്ല മക്ക മദീനത്തിൽ എത്തുവാനല്ലാതെ തുച്ഛമീ ജന്മത്തിൻ അർത്ഥമെന്ത് ഒരു രക്ഷയില്ല ലൗലി. ചെറിയ എന്തൊക്കെയോ ഈ നെറ്റ്വർക്കിന്റെ ചെറിയ പ്രശ്നങ്ങൾ ഒഴിച്ചാൽ അതിഗംഭീരമായിട്ട് നമ്മൾ ഈ ഒരു പുണ്യകർമ്മത്തിന്റെ അവസാനത്തിലാണ് ശരിക്കും ഈ പെരുന്നാൾ. അതുകൊണ്ട് തന്നെ ആ വരികൾ, ആ പാട്ട് എല്ലാം വളരെ അന്വർത്ഥമാണ്. ഇവിടെ എത്തുവാനല്ലെങ്കിൽ തുച്ഛമീ ജന്മത്തിന് അർത്ഥം എന്തെന്ന് ആണ് പറയുന്നത്. അപ്പൊ എല്ലാവരുടെയും ഈ വിശ്വാസികളുടെ ഒക്കെ പുണ്യഗേഹമാണ്, സ്വപ്ന ഭൂമിയാണ് സൗദി അറേബ്യയിലെ മക്കയും മദീനയും ഒക്കെ. ആ ഓർമ്മകളിൽ നമ്മൾ ഈ പെരുന്നാൾ ആഘോഷം അങ്ങോട്ട് തുടരുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട സായി ശ്വേത അല്പസമയത്തിനകം ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സായിയെ എനിക്കിവിടെ വിൻഡോയിൽ കാണാമായിരുന്നു, പക്ഷെ പെട്ടെന്ന് സായി ജോയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പൊ വൈകാതെ തന്നെ സായി ശ്വേത ജോയിൻ ചെയ്യും. അതേസമയം എനിക്ക് തോന്നുന്നു സായിയെ ഇപ്പം ലൗലി പാട്ട് പാടുന്നതിന് മുമ്പ് തന്നെ സായി അന്വേഷിച്ചിട്ടാണ്, സായിക്കൊരു അന്വേഷണമൊക്കെ അറിയിച്ചിട്ടാണ് പാട്ട് തുടങ്ങിയത്. സായിയുടെ പ്രിയതമൻ ജീവിത സഖാവ് ഇതാ നമ്മളോടൊപ്പം ഈ ലൈവിലുണ്ട്. എനിക്ക് തോന്നുന്നു അദ്ദേഹം സൗദി അറേബ്യയിൽ ഉള്ള ആളാണെന്ന് പലർക്കും അറിയില്ല, അല്ലെങ്കിൽ സൗദി അറേബ്യയിലെ ദമാമിലെ ഒരു മാധ്യമ പ്രവർത്തകനാണെന്നുള്ള കാര്യം പലർക്കും അറിയില്ല. ദിലീപ് നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. സായിയുടെ പ്രിയതമൻ സൗദി അറേബ്യയിലെ ദമാമിൽ നിന്നാണ് ചേർന്നിരിക്കുന്നത്. ദിലീപ്, സ്വാഗതം. നമസ്കാരം. സായി ശ്വേതയെ അല്പസമയത്തിനകം നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. സായി ജോയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ട് ഞാൻ ഈ പാട്ടിൽ ലയിച്ചു പോയത് കൊണ്ട് ഒരു സെക്കൻഡ് എന്റെ കണ്ണു പാളിയപ്പോഴത്തേക്ക് വീണ്ടും സായി ജോയിൻ ചെയ്യുന്നുള്ള പ്രതീക്ഷയിലാണ്. അതേസമയം നമുക്ക് മുഹമ്മദ് ഫായിസ് ഉണ്ട്. ചിലതൊക്കെ ചിലവരത് റെഡിയാവും, ചിലവരത് റെഡിയാവൂല. എന്റേത് റെഡിയായില്ല, നമുക്കൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ മുഹമ്മദ് ഫായിസ് ഇതാ നമുക്കൊപ്പം ഉണ്ട്. അസ്സലാമു അലൈക്കും ഫായിസ്. എന്തൊക്കെയുണ്ട് മോനെ വിശേഷം? പെരുന്നാൾ അടിച്ചു പൊളിച്ചു. അവിടെ ആരൊക്കെയാ ഉള്ളത്? ഉമ്മയും പിന്നെ 2 താത്തിയും. ഉമ്മയും 2 താത്തിയും. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് വലിയ തിരക്കാൻ തോന്നല്ലോ. എല്ലാരും VIPs ഒക്കെ ഇങ്ങനെ വന്ന് കണ്ടോണ്ടിരിക്കുകയാണ്. എന്തൊക്കെ ആളുകളൊക്കെ എന്തൊക്കെ പറയുന്നു ഇപ്പോ മോന്റെ വീഡിയോയെ കുറിച്ച്? ഇങ്ങനത്തെ വീഡിയോ കൂടും വേണം, പിന്നെ നല്ല പഠിച്ചും വേണം എന്നൊക്കെ പറയുന്നുണ്ട്. നന്നായിട്ട് പഠിക്കണമെന്നൊക്കെ പറഞ്ഞോ? മോനിത് എങ്ങനെയാ? ഇത് കുറെ പ്രാവശ്യം മോൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പൊ നമ്മളെ കേൾക്കുന്ന സൗദി അറേബ്യയിൽ, മോന്റെ വാപ്പ ഇവിടെ സൗദി അറേബ്യയിലെ ജദ്ദയിലാണ് ജോലി ചെയ്യുന്നത്. വാപ്പായുമായിട്ടൊക്കെ ഞാൻ സംസാരിച്ചിരുന്നു. വാപ്പാക്കൊക്കെ വലിയ സന്തോഷമാണ് ഈ കാര്യങ്ങൾ ഒക്കെ അറിയുന്നതിൽ. ഈ കാര്യങ്ങൾ അറിയുന്നതിലും മോൻ ഒത്തിരി അംഗീകരിക്കപ്പെടുന്നതിലും ഒക്കെ വലിയ സന്തോഷമുണ്ട്. അപ്പൊ മോൻ യഥാർത്ഥത്തില് ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാണെങ്കിലും ഇപ്പൊ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി ഒന്ന് പറയാമോ? ഇത് ഞാനൊരു പൂവാണ് ഉണ്ടാക്കാൻ പോകുന്നത്, ഇതിനുള്ള ആവശ്യം ഒരു കത്രിക, ഒരു പെൻസില്, ഇങ്ങനെയൊക്കെ പറഞ്ഞു തുടങ്ങിയ ഒരു സാഹചര്യം എങ്ങനെയായിരുന്നു? പറഞ്ഞോ മക്കളെ, എങ്ങനെയായിരുന്നു തുടങ്ങിയത്? ഇതെല്ലാരും ആരും കാണാതെ പോയിട്ട് ചെയ്തതാണോ? ഇത്താമാരൊക്കെ കണ്ടോ ഇത്?
ആണോ? ആ ആ സമയത്ത് ഇത്തിമാരൊക്കെ എവിടെ ആയിരുന്നു? ഏ ആ സമയത്തെ ഈ ഇത്തിമാരൊക്കെ എവിടെ ആയിരുന്നു? ഇത്തിമാരൊക്കെ എവിടെ പോയേക്കുമായിരുന്നു ആ സമയത്ത്? ഉമ്മി 2 താത്തയും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. ആ സമയം കൊണ്ട് നമ്മൾ പൂവുണ്ടാക്കാൻ ഇറങ്ങിയതാണ്. ആ ഇത് റെക്കോർഡ് ചെയ്യുന്ന ആരുടെയും പറഞ്ഞായിരുന്നോ? ഇല്ല റെക്കോർഡ് ചെയ്യുന്ന ആരും ആരുടെയും പറഞ്ഞില്ല. ഇല്ല. ഈ റെക്കോർഡ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഈ പൂ ശരിയായില്ല അല്ലേ? ആ അപ്പോ ഈ അപ്പോഴാണോ ഇത് ഇങ്ങനെ അപ്പോഴെന്ത് തോന്നി? അപ്പോഴൊരു നിരാശ വന്നു? എന്തോ സംഭവിച്ചപ്പോഴ്? എത്തും തോന്നിട്ടൊന്നുമില്ല. ഞാൻ ഇങ്ങനെ ആവുന്നൊന്നും വിചാരിച്ചില്ല. ആ ഇതെങ്ങനെയാണിത് ഇത്താമാര് ഇതെങ്ങനെയാ കാണുന്നേ? ഓല് ഫോണില് കൊറേ ഇത് ഡിലീറ്റ് ആക്കാൻ നിക്കുമ്പോ അപ്പം കണ്ടതാ. ഓ, ഡിലീറ്റ് ചെയ്യാൻ നിന്നപ്പോ ഇത് കണ്ടതാണ്. ആ അപ്പൊ ഇത്തിമാരെന്തോ പറഞ്ഞു? എത്തും പറഞ്ഞിട്ടൊന്നുമില്ല. നല്ല ചിരിച്ചീന്. നല്ല ചിരിച്ചോ? ആ അത് ശരി. മോനി തങ്കുപൂച്ചയുടെയും മിട്ടുപൂച്ചയുടെയും കഥ പറഞ്ഞ സായി ടീച്ചറിനെ അറിയാവോ? ഇല്ല കേട്ടിട്ടുണ്ടോ? സായി ടീച്ചറിനെ കേട്ടിട്ടില്ലേ? ഇല്ല ഞാൻ സായി ടീച്ചർ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മളോടൊപ്പം അതിഥികള് ദയവായിട്ട് നമുക്കൊപ്പം തുടരുമെന്ന് പ്രതീക്ഷിക്കുമ്പോ ഞാൻ സായി ടീച്ചറിന്റെ ക്ഷമിക്കണം, സായി ടീച്ചറിന്റെ ഒരു വീഡിയോയിലേക്ക് പോകാം എന്ന് വിചാരിക്കുകയാണ്. അല്ലെങ്കിൽ സായി ടീച്ചറിന്റെ വീഡിയോയിലേക്ക് ഞാൻ വൈകാതെ വരുന്നുണ്ട്. ഇപ്പോ ഒരു കാര്യം ചെയ്യും മോൻ, എന്തൊക്കെയാണ് പിന്നെ പെരുന്നാൾ എങ്ങനെ ഉണ്ടായിരുന്നു? പെരുന്നാളിന്റെ വിശേഷങ്ങളൊക്കെ കേൾക്കട്ടെ. നല്ല വിശേഷങ്ങളായിരുന്നു. നല്ല വിശേഷങ്ങളായിരുന്നോ? എന്താ ഉച്ചക്ക് ബിരിയാണി കഴിച്ചിട്ടിരിക്കുവാണോ? മോന് വേറെന്തൊക്കെയാ പാട്ടൊക്കെ പാടുവോ? മാപ്പിളപ്പാട്ടൊക്കെ പാടുവോ? കുറച്ചൊക്കെ അറിയും. ആണോ? കുറച്ചൊക്കെ അറിയാവോ? ഒരു പാട്ട് പാടാവോ നമുക്ക് വേണ്ടിട്ട്? ഒരു പാട്ട് കേൾക്കാം. അതായ നാദാനി എന്നും തോണക്കണേ റസൂലിന്റെ റൗളയെ കാണാന് ആരംഭപ്പൂവിന്റെ. പാടിക്കോ മക്കളെ, പാടിക്കോ. അത്ര അറിയാം. തകർപ്പനാണ്. അപ്പൊ ഒരു കാര്യം ചെയ്യ്, നീ നിനക്ക് ഇവര് പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടെ കേൾക്കണം കേട്ടോ. നിന്നോട് കുറച്ച് വർത്തമാനം പറയാൻ വേണ്ടി കുറച്ച് പേര് നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. അവരൊക്കെ പറയുന്ന കേൾക്കണം. സായി ടീച്ചർ ഉണ്ട്. സായി ടീച്ചർ പറയും കുറച്ച് കാര്യങ്ങൾ നിന്നോട്. ടീച്ചറെ വെൽക്കം. ഹായ് ടീച്ചറെ. ടീച്ചർ 5 മിനിറ്റ് ദിലീപ് കറക്റ്റ് സമയത്ത് വന്നു കേട്ടോ. ദിലീപിനോട് വരുമ്പോ എന്നെ വിളിക്കാൻ പറഞ്ഞോ? പറഞ്ഞില്ല എന്നോട്. അപ്പോ ഫായിസിന്റെ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് ടീച്ചറിന് എന്തോ തോന്നിയത്? ഒരുപാട് സന്തോഷം തോന്നി. എത്ര പേരെയാ മോട്ടിവേറ്റ് ചെയ്തത് ആ കുഞ്ഞു വീഡിയോയിലൂടെ. ശരിക്കും എത്രയോ പ്രാവശ്യം വീണ്ടും കാണാൻ തോന്നിയ ഒരു വീഡിയോ അത്. ഞാൻ FB-ല് പോസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ. ഫായിസ് ഇത് കേട്ടോ? ഫായിസിനെ എന്നെ അറിയോ? അറിയില്ല. അവൻ കുഞ്ഞായതുകൊണ്ട് എനിക്ക് തോന്നുന്നു അവന് കുഞ്ഞായതുകൊണ്ട് അവനോട് നമ്മൾ നേരത്തെ ചോദിച്ചിരുന്നു. അപ്പൊ അവൻ കുഞ്ഞായതുകൊണ്ട് എനിക്ക് തോന്നുന്നു അത് അത്ര ചിലപ്പം കാര്യങ്ങൾ അവൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. മാത്രമല്ല ഈ ഇത്താമാര് എപ്പോഴെങ്കിലും ഈ ഫോൺ കൊടുക്കുമ്പോഴാണ് അവനത് കിട്ടുന്നത്. അപ്പൊ അങ്ങനെ അല്ലാതെ ഈ ഫോണിലും ഫേസ്ബുക്കിലും ഒന്നും അങ്ങനെ അവൻ അത്ര സജീവം അല്ലെന്നാണ് ടീച്ചറെ പറയുന്നത്. സാറേ, അത് വേറെ പ്രശ്നം എന്ന് വെച്ചാല് അവന്റെ പാഠ്യപദ്ധതിയായിട്ട് എല്ലാം ഉള്ളത്. അപ്പൊ അവനറിയാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു. അതാണ് പ്രശ്നം. അതെ. അത് തന്നെയാണ് സംഭവം. CBSE സിലബസിലാണെന്ന് തോന്നുന്നു അവനുള്ളതെന്ന് തോന്നുന്നു. മറ്റേ നോർമലിലാണെങ്കിൽ അതെ തീർച്ചയായിട്ടും. ഫായിസെ അങ്ങനെയാണോ? ഫായിസ് പിന്നെ ഈ പാട്ടൊക്കെ ഈ സ്കൂളിലൊക്കെ പിന്നെ കൂട്ടുകാരൊക്കെ വിളിച്ചിരുന്നോ? പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് കൂട്ടുകാരൊക്കെ വിളിച്ചു കാണുമല്ലോ, കൂട്ടുകാരൊക്കെ സംസാരിച്ച് കാണുമല്ലോ. ഇത് ഭയങ്കര വൈറലായിട്ട് ലോകത്തുള്ള മൊത്തം മലയാളികളും കണ്ടാണല്ലോ ഇത്. കൂട്ടുകാരൊന്നും വിളിച്ചില്ല. കൂട്ടുകാരെ ശരി. അപ്പൊ ഈ നമ്മുടെ പാനലിലുള്ള ആർക്കെങ്കിലും ഫായിസിനോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. അവന് എന്തെങ്കിലും എനിക്ക് തോന്നുന്നു അവൻ ഭയങ്കര ബിസി മനുഷ്യനാണ്. ഇപ്പൊ പെരുന്നാളൊക്കെ ആയിട്ട് അവന്റെ പെരുന്നാൾ നമ്മള് എന്താ പറയുന്നത്, ഈ
ഒരു സ്റ്റാർ ആണല്ലോ, ഒരു സ്റ്റാർ ഹീറോ ആണ് ഈ പ്രത്യേകിച്ച് ഈ കോവിഡ് ടൈമില്. ഈ പറഞ്ഞ പോലെ അവൻ ഉണ്ടാക്കിയെടുത്ത ഒരു അവൻ കൊടുത്ത അവനൊരു ഫാക്ടറി ആണെന്നാണ്, ഈ കോൺഫിഡൻസ് ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി ആണെന്നാണ് പലരും പറയുന്നത്. അപ്പൊ ഈ കോവിഡ് കാലത്ത് ആകെ തകർന്നിരുന്ന മനുഷ്യരുടെ മനസ്സിലേക്ക് എന്റേത് ശരിയായില്ല, പക്ഷെ എനിക്കൊരു പ്രശ്നമില്ല, എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ അവന്റെ ചെറിയ വാക്കുകൾ, അതിന്റെ വലിയ അർത്ഥങ്ങളൊക്കെ ഇങ്ങനെ ലോകത്തെ മനുഷ്യർ, മലയാളികൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഫായിസിനോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എനിക്ക് തോന്നുന്നത് റീനിക്ക് എന്തോ ചോദിക്കാനുണ്ട്. റീനി ഫായിസിന്റെ പിന്നെ വീഡിയോ ഒക്കെ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. റീനി, പത്തനംതിട്ടയിലൊക്കെ റേഞ്ച് കുറവാന്ന് പറയുന്നത് ഈ പെരുന്നാളായിട്ട്, റീനിയെ കാണാൻ പോലും ഇല്ല. ശരി, അപ്പൊ ഏതായാലും ഫായിസ്, ഞാൻ പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? അതോ ഞാൻ ഇവിടെ എന്തെങ്കിലും, ഇവിടെയും ഈ പറഞ്ഞ റേഞ്ചിന്റെ പ്രശ്നമുണ്ടോ? ഫായിസിന് കേൾക്കാമോ മോനെ ഞാൻ പറയണേ? കേൾക്കണ്ടേ? അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാവോ? ഈ പെരുന്നാളായിട്ട് നമുക്ക് ഒരു പാട്ടും കൂടെ പാടി തന്നിട്ട് മോൻ തിരക്കല്ലേ, ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ എനിക്ക് അവിടെ ഉണ്ടെന്നറിയാം. ഇനി ഈ പെരുന്നാളിന്റെ പുറത്തൊക്കെ പോണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഫായിസ് വേണമെങ്കിൽ ഒരു പാട്ടും കൂടെ പാടിയിട്ട് നമ്മളോട് യാത്ര പറഞ്ഞോളൂ. നബിയാണ്, പത്തളമാച്ചൊളിച്ചേലാണ്, സുന്ദരവദനം പോവാണ്, അഞ്ചും പ്രബോളി തെളിവാണ്. എന്തായാലും മനോഹരമായ പാട്ട്. മോനെ, ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഈ കിട്ടിയ മറ്റേ മിൽമയുടെ തുക നൽകാൻ എന്തായിരുന്നു പ്രചോദനം? അതൊരു വലിയ മാതൃകയാണല്ലോ മോൻ കാണിച്ചത്. അതിന് വലിയ സന്തോഷമുണ്ടോ? സന്തോഷമുണ്ട്. അതിനെപ്പറ്റിയും സുഹൃത്തുക്കളൊക്കെ നല്ലത് പറയുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഫായിസ്, അതില് നമുക്ക് ആ ഒരു ലോകത്തിന് മുഴുവൻ പകർന്നു കൊടുത്ത ആ ഒരു കോൺഫിഡൻസ് പോലെ നല്ല മനുഷ്യനാകാൻ, ഒരുപാട് പേരെ സ്നേഹിക്കാൻ, ഒരുപാട് പേർക്ക് നല്ലത് ചെയ്യാൻ ഒക്കെ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് കുഞ്ഞു ഫായിസിന്. 4ാം ക്ലാസ്സുകാരനായ ഫായിസ് ആണ് ഈ കോവിഡ് കാലത്ത് നമ്മളെ വല്ലാതെ നമ്മളെ സത്യത്തില് നമ്മുടെ ലൈവ് പരിപാടിയുണ്ട് ഇപ്പൊ, അവര് താഴെ വന്ന് ഓൺലൈനിൽ വന്നാണ്. ശരി, അതാണ് എനിക്കറിയാം. ഫായിസ് കുറച്ച് തിരക്കിലാണെന്ന് അറിയാം. അപ്പൊ അതുകൊണ്ട് ഫായിസ് 2 പാട്ടൊക്കെ പാടി. വലിയ സന്തോഷം, ഒത്തിരി സന്തോഷം ഞങ്ങളോടൊപ്പം ചേർന്നതില്. വേണമെങ്കിൽ എന്ത് ചെയ്യാം, വേണമെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം. ശരി, വളരെ സന്തോഷം. അഷ്കറാണ്. അഷ്കർ അല്ലേ ഇത്? അഷ്കർ അല്ലേ? അല്ലല്ല, അഷ്കർ ഇപ്പുറത്തുണ്ട്, അഷ്കറിന്റെ കൊടുക്കാം. സൈദാലിയാണോ? അഷ്കറെ, അപ്പം അവൻ അടുത്ത ഒരു ഇന്റർവ്യൂവിലേക്ക് പോവുകയാണെന്ന് മനസ്സിലായി. അവ അടുത്ത ഇന്റർവ്യൂവിലേക്ക് പോയിക്കോട്ടെ. അത് കഴിഞ്ഞിട്ട് സമയം ഉണ്ടെങ്കിൽ നമ്മളോടൊന്ന് ജോയിൻ ചെയ്താൽ മതി. സെയിം ലിങ്കിൽ തന്നെ വീണ്ടും ജോയിൻ ചെയ്താൽ മതി. ഒത്തിരി സന്തോഷം മോനെ, ഒത്തിരി സന്തോഷം. അപ്പൊ മുഹമ്മദ് ഫായിസ്, ഈ മലപ്പുറത്തെ കൊണ്ടോട്ടിക്കാരൻ, 4ാം ക്ലാസ്സിലെ ആ പയ്യൻ, ആ ചെറുക്കൻ, ആ കുഞ്ഞെന്ന് തന്നെ പറയാം, കാര്യം 4ാം ക്ലാസ്സുകാരൻ വെച്ചാൽ അത്ര ചെറിയ കുട്ടിയാണ്. അവനാണ് സത്യത്തിൽ ഈ കോവിഡ് കാലത്ത് നമ്മളെയൊക്കെ വല്ലാതെ ഇരുത്തി ചിന്തിപ്പിച്ചത്. കോൺഫിഡൻസിന്റെ ഒരു വലിയ ഫാക്ടറി എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന മുഹമ്മദ് ഫായിസ് ആണ് നമുക്കിപ്പം ഈ പെരുന്നാൾ അവിസ്മരണീയമാക്കാൻ ഉണ്ടായിരുന്നത്. ഒപ്പം സായി ടീച്ചറുണ്ട്, സായി ടീച്ചറും ദിലീപും ഉണ്ട്. എനിക്ക് തോന്നുന്നു സായി ടീച്ചറും ദിലീപും കൂടെ, ദിലീപ് സൗദി അറേബ്യയിലെ ദമാമിലെ മീഡിയ പേഴ്സൺ ആയതുകൊണ്ട് തന്നെ 2 പേരും കൂടെ ഇതിനു മുമ്പ് ഒരു ഷോയിൽ വന്നിട്ടില്ലെന്നാണ് എന്റെ ഒരു വിശ്വാസം. സായി ടീച്ചറും ദിലീപും കൂടെയാണ്. ദിലീപ്, ഈ സായി ടീച്ചറിന്റെ പ്രിയതമനാണ് എന്നുള്ള കാര്യം അധികം ആർക്കും അറിയില്ലെന്ന് തോന്നല്ലേ? അങ്ങനെ അറിയാമോ? ദമാമിലെ സുഹൃത്തുക്കൾക്ക് അറിയാമായിരിക്കും, പൊതുവെ അങ്ങനെ അറിയില്ല. ഇപ്പൊ അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. 24-ല് ഒരു ന്യൂസ് വന്ന ശേഷമാണ് ഞാൻ ദമാമിലുള്ളത്. ഞാൻ 7 വർഷമായിട്ട് ദമാമിലുള്ളതാണ്. അവളിവിടെ ഉണ്ടായിരുന്നു 1 വർഷം. അതിനുശേഷമാണ് അറിഞ്ഞു വന്നത്. അതെ, തീർച്ചയായിട്ടും. അപ്പൊ വലിയ സന്തോഷം 2 പേരും കൂടെ ഒരുമിച്ച് വരുമ്പോ. ഈ സായിയുടെ ഈ വീഡിയോ ഈ വൈറലൊക്കെ ആയി ആ സമയത്തൊക്കെ എന്താണ് ദിലീപിന് എന്തായിരുന്നു ഒരു തോന്നിയത്? എന്തായിരുന്നു? എനിക്ക് സമാധാനം ഇല്ലായിരുന്നു. എനിക്ക് 4 ദിവസം എന്റെ ഈ വീഡിയോസ് അയച്ചിട്ട് എന്നെ ശല്യപ്പെടുത്തുകയാണ്, എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചിട്ട്. അത് ശരി. സായി അപ്പം നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം ചോദിക്കുന്നത് നമ്മുടെ അടുത്താണല്ലേ? അതല്ല, ഇത് അയച്ചിട്ട് എങ്ങനെയാണ് ഇപ്പം ഒരു ഇതുണ്ടാവുമല്ലോ ടൈം. അപ്പൊ നമ്മളിവിടെ ടൈമിന്റെ നമുക്ക് റാംകോല് വർക്ക് ചെയ്യേണ്ട ടൈം, അപ്പൊ നമുക്കതൊന്നും നോക്കണില്ല. അപ്പൊ എന്നാലും ആ ടൈം വെച്ചിട്ട് നമ്മള് കൊടുത്തിട്ടുണ്ട്, നല്ല ഇതായിട്ട് കൊടുത്തിട്ടുണ്ട്. സായി ടീച്ചറെ, ഈ
പ്രിയതമൻ ഒരു മാധ്യമമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആളാണ്. അദ്ദേഹം പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ഒരു ഡയറക്ടറാണ്. അപ്പൊ ആ തരത്തില് ഈ ക്രിയേറ്റീവായ സപ്പോർട്ടൊക്കെ ഇവിടുന്ന് കിട്ടുന്നുണ്ടോ? പറയാമോ? ഞാൻ അതായത് ദിലീപ് മാക്സിമം സപ്പോർട്ട് ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചതാ, നമ്മുടെ ഇത്തരം അധ്യാപനവുമായി ബന്ധപ്പെട്ടും കലാഭിരുചിയും ഒക്കെ. നല്ല സപ്പോർട്ടായിരുന്നു സൈഡിൽ നിന്ന്. അവസാനം ചില സമയത്ത് എന്നോട് പറയും ഒന്ന് ശല്യം ചെയ്ത് പോവോ ചോദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു കഥ എടുത്തപ്പോ തന്നെ ഫസ്റ്റ് ദിലേട്ടനും കൂടി അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പൊ ദിലേട്ടനോടാണ് ആദ്യം ടിക്ടോക്ക് വീഡിയോ ആയാലൊക്കെ ചോദിക്കും, ദിലേട്ടനോട് ദിലേട്ടന്റെ അമ്മേനോടും ആ കാര്യമായിട്ട് ചോദിക്കുന്നത് എങ്ങനെയുണ്ട് എന്നൊക്കെ. അപ്പൊ ഇതിങ്ങനെ ഓരോ സമയത്തും അതിങ്ങനെ പറഞ്ഞാൽ മതിയോ അല്ലെ അതിങ്ങനെ ചെയ്താൽ മതിയോ എന്ന് ചോദിച്ചിട്ട്, കാരണം ഞാൻ ഇവിടുന്ന് 2.5 മണിക്കൂറിന്റെ വ്യത്യാസമില്ലേ. അപ്പൊ ചില സമയത്ത് ഞാൻ വിളിക്കുന്ന സമയത്ത് നല്ല വ്യത്യാസം ഉണ്ടാവും. ദിലീട് നല്ല ഉറക്കമൊക്കെ ആയിരിക്കും ചിലപ്പോ ഞാൻ വിളിക്കുക. അപ്പൊ ആ ഒരു ചെറിയൊരു പിന്നെ നല്ല സപ്പോർട്ടാണ് ദിലീടിന്റെ സപ്പോർട്ടിൽ ഒരിക്കലും ഞാൻ ഇങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ 2.5 മണിക്കൂർ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വ്യത്യാസമാണ് അല്ലേ? ശരിക്കും. അതെ. സായിയോട് എന്തൊക്കെയോ കാര്യങ്ങൾ നേരത്തെ ലൗലി ജനാർദ്ദനനൊക്കെ സായി അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ പാനലുള്ളവരുടെ അവരെന്തെങ്കിലുമൊക്കെ കാര്യങ്ങള് എന്തൊക്കെയോ കാര്യങ്ങൾ സായിയോട് ചോദിക്കാനുണ്ട്. അപ്പൊ അവര് ചോദിക്കും. ലൗലി ഹായ് സായി, ഹായ്, കാണുന്നുണ്ടോ എന്നെ? ഹായ്, ഒരു നല്ലൊരു മുത്തം തന്നെ ഞാന്. എനിക്ക് സായിയെ കെട്ടിപ്പിടിക്കാൻ തോന്നുവാണ്, അത്ര ഇഷ്ടമാണ് സായിയെ. ഞാനന്നൊരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ സായി കണ്ടിട്ടില്ല, മെസ്സേജ് കണ്ടില്ല. എനിക്ക് മാത്രമല്ല കേരളത്തിലുള്ള എല്ലാ സായിയെ ഭയങ്കര ഇഷ്ടമാണെന്നാണ് എന്റെ വിചാരം. മാം എഫ്ബിയിലാണെങ്കിൽ ഞാനാണ് നോക്കുന്നത്, അതുകൊണ്ട് ചിലപ്പോ നോക്കിയിട്ടുണ്ടാവുമല്ല, സോറി. അത് ശരി. ആ രഹസ്യം കൂടെ വെളിപ്പെടുത്തി. പലരും സായി ശ്വേതയാണെന്ന് വിചാരിച്ച് മെസ്സേജുകൾ അയച്ച് തള്ളുകയാണ്. അതല്ല എന്റെ പേരിൽ അവളെ പേരിൽ ഏകദേശം ഒരു 15ഓളം FB പേജും പലതും ഉണ്ടായിരുന്നു ക്രിയേറ്റ് ചെയ്തിട്ട്. അപ്പം നമ്മള് 2 ദിവസം FB ഉണ്ടായിട്ടില്ല, പിന്നെ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം പിന്നെ നമുക്ക് സമയമില്ലാതെ ഞാൻ നോക്കും, അങ്ങനെയാണ് നോക്കുന്നുള്ളത്. എല്ലാവർക്കും മറുപടി കൊടുക്കണല്ലോ. അപ്പൊ അതെ, തീർച്ചയായിട്ടും എല്ലാവർക്കും മറുപടി കൊടുക്കാന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി ഒരാളിനെ വെക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ലൗലി പറഞ്ഞോളൂ. സായിയെ കണ്ടപ്പോ ഒരുപാട് സന്തോഷം എനിക്ക്. കാരണം ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കുട്ടിയാണ് ഒരു വാക്ക് സംസാരിക്കാൻ വേണ്ടിട്ട്. അതുകൊണ്ട് അയ്യോ എനിക്ക് ഒരുപാട് സന്തോഷം. ശാലിനിക്ക് എന്തോ ചോദിക്കാനുണ്ട്. ശാലിനി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ ഷെറിൻ ജോർജിന് ചോദിക്കാനുണ്ട്. ശാലിനിക്ക് എന്താ ശാലിനി ചോദിക്കാനുള്ളേ? ഞാൻ എല്ലാവരെയും കണ്ടിട്ട് ഭയങ്കര ഹാപ്പിയാണ് ഫിറോസിക്ക. ആദ്യം തന്നെ എല്ലാവർക്കും ഈദ് ആശംസകൾ. സായി പിന്നെ ഫേമസ് അല്ലേ, എന്റെ മോൾക്ക് വരെ നന്നായിട്ട് അറിയാം. അവള് 4 വയസ്സേ ഉള്ളൂ. ആള് ഇടയ്ക്കിടയ്ക്ക് യൂട്യൂബ് എടുത്ത് കാണുന്ന ഒരു ഫേമസ് പേഴ്സണാലിറ്റി ആണ് സായി. എനിക്ക് തോന്നുന്നത് സായി ഈ പ്രവാസ ലോകത്തായിരിക്കും കൂടുതൽ ആരാധകർ കേട്ടോ. നാട്ടിലേക്കാൾ ആരാധകരാണ് ഈ പ്രവാസ ലോകത്ത്, ഈ സൗദിയിലും ദുബായിലും ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത്. കാര്യം ഒരുപാട് പേരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ നമ്മൾ കാണുന്നതാണ് ആ സമയത്ത്. അപ്പൊ ഇത്ര ആരാധകർ ഉള്ളത് കൊണ്ടാണ് നമ്മൾ സായി ഒന്ന് കൊണ്ടുവരണമെന്ന് ഇങ്ങനെ വലിയ ആഗ്രഹിച്ചിരുന്നത്. അപ്പൊ പിന്നെ ദിലീപിനും കൂടെ സമയം കിട്ടി ഒരുമിച്ച് വന്നതുകൊണ്ട് വലിയ സന്തോഷമാണ്. നിഷയും ഷെറിനും ഒക്കെ സംസാരിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. എനിക്കെന്തോ ചോദിക്കാനുണ്ട്. സോഫിയ ഉണ്ട്, ചോദിച്ചോളൂ. ഷെറിൻ മൈക്ക് എടുത്തിട്ടുണ്ട്. ഷെറിനെ ആ മൈക്ക് മ്യൂട്ട് ഒന്ന് മാറ്റിയിട്ട്. നമസ്കാരം എല്ലാവർക്കും ഈദ് ആശംസകൾ. ലോകത്തിലെ എല്ലാ ജനതകൾക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് ഇങ്ങനത്തെ ഒരു അവസരത്തില്. ഒരുപാട് സന്തോഷമുണ്ട്. പെട്ടെന്ന് എനിക്ക് തോന്നുന്നു ഫായിസ് മോനും സായി ടീച്ചറും അവരുപോലും പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് വളരെ എല്ലാ സാമൂഹ്യ മാധ്യമങ്ങളിലും വളരെ പെട്ടെന്ന് വൈറലായിട്ടുള്ള 2 ആൾക്കാരാണ്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് കലാകാരന്മാരൊക്കെ പെട്ടെന്ന് നമ്മൾ റീച്ച് ആവണമെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടത്തിൽ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒത്തിരി സന്തോഷമുണ്ട് ഇങ്ങനെ 2 പേരുടെ കൂടെ ഇങ്ങനെ ഒരു സമയം. ഫിറോസിക്കയ്ക്ക് പ്രത്യേകം നന്ദി പറയാണ് ഇതിലോട്ട് ക്ഷണിച്ചതിന്.
പിന്നെ സായി ടീച്ചറോട് ചോദിക്കാനുള്ളത്, ഓൺലൈൻ ക്ലാസ്സിന്റെ ഞാനൊരു നർത്തകിയാണ്, ഭരതനാട്യം ഡാൻസറാണ്. അതിന്റെ കൂടെ ഓൺലൈൻ ക്ലാസ്സും തുടങ്ങിയത് അത് കോവിഡ് തുടങ്ങിയ സമയത്ത് തന്നെ ഞാൻ ഓൺലൈൻ ക്ലാസ് മാർച്ച് ഫസ്റ്റ് വീക്ക് തന്നെ തുടങ്ങിയ ഒരാളാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഓൺലൈൻ ക്ലാസ് തുടങ്ങിയപ്പോൾ എന്നെ ഒത്തിരി പേര് കളിയാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ അതിന്റെ വീഡിയോസ് ഷെയർ ചെയ്തപ്പോഴൊക്കെ. അപ്പൊ നമുക്ക് നന്നായിട്ട് അറിയാം, കാരണം നേരിട്ട് കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നതിനേക്കാൾ ഒത്തിരി ബുദ്ധിമുട്ടുള്ളതാണ് ഓൺലൈനിൽ കൂടെ പഠിപ്പിക്കുക എന്നുള്ളത്. അത് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് പഠിപ്പിക്കുമ്പോൾ നമ്മൾ അവരുടെ പ്രായത്തിലോട്ട് ഇറങ്ങി ചെല്ലണം എന്നുള്ളതാണ്. അപ്പൊ ടീച്ചർ അത് ഒത്തിരി നന്നായിട്ട് അത് ചെയ്തു എന്നാണ് എന്റെ അഭിപ്രായം. ഒരുപാട് അഭിനന്ദനങ്ങൾ ആ കാര്യത്തില്. കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന പോലെ പറഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞാൽ, കാരണം നമ്മൾ ആ കുട്ടികളുടെ ഇപ്പൊ തങ്കപ്പൂച്ചേനെ കുറിച്ചാണ് പറഞ്ഞു കൊടുത്തത്. കുട്ടികൾ അത് വിഷ്വലൈസ് ചെയ്യണേ. ഒരു ഡാൻസ് ടീച്ചറായി എനിക്കും അറിയാം, കുട്ടികൾക്ക് നമ്മൾ ഡാൻസ് എത്ര പറഞ്ഞു കൊടുത്താലും നമ്മൾ അതിനെ അവരെ ക്രിയേറ്റീവ് മൈൻഡിലോട്ട് വെക്കുമ്പോഴേ അവർക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. അതാണ് ഒരു ടീച്ചേഴ്സിന്റെ ഗുരു എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ മനസ്സിലുള്ള അജ്ഞാനം എന്നുള്ള അന്ധകാരം നീക്കുന്ന ആൾക്കാരാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു സായി ടീച്ചർ ആ കാര്യത്തിൽ വളരെ സക്സസ്ഫുൾ ആയി തന്നെ. ഇത്രയും ചെറിയ പ്രായത്തില് ഒത്തിരി അഭിനന്ദനം. സന്തോഷം. നേരിട്ട് ഇങ്ങനെ ഓൺലൈനിൽ കൂടെ എങ്കിലും കാണാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷം. എനിക്കൊന്ന് സജിൻ ജയരാജ്, സജിൻ ജയരാജ്, എനിക്കൊന്ന് ഞാൻ ഇദ്ദേഹത്തിന്റെ പാട്ട് കേട്ടിട്ടുണ്ട് ഞങ്ങളുടെ ഒരു ഗ്രൂപ്പിലെ. അതെ. ഞാൻ അപ്പൊ ഒത്തിരി നന്നായി പാടുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് ലവ്ലി ചേച്ചി, സന്തോഷം എല്ലാരെയും കാണാൻ പറ്റിയതില്. ശാലിനി, റിനി, സോഫിയ, ദിലീപ് ഏട്ടൻ, സന്തോഷം എല്ലാരെയും കണ്ടതിൽ. ഇതിനിടയ്ക്ക് നമ്മള് മൂന്നുപേരാണ്, ഇത് സ്ത്രീകളുടെ എണ്ണം കൂടുതലാണ് എങ്കിലും നമുക്ക് ഈ സായി ടീച്ചറിന്റെ ഈ പൂച്ചകൾക്കൊക്കെ സുഖമാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കണ്ടേ? തീർച്ചയായിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയുണ്ട്. എനിക്ക് ആദ്യം തന്നെ എല്ലാവർക്കും ഈദ് ആശംസകൾ. അതുപോലെ ഫിറോസ്ക, ഞാനൊരു കണ്ടീഷൻ പറഞ്ഞാണ് ഞാൻ ഇവിടെ വന്നത്, പക്ഷെ ആ കണ്ടീഷൻ ആക്ച്വലി ഞാൻ മറന്നുപോയി. കാര്യം അല്ല, അധികം പാടാൻ പറയുന്നില്ല. ഞാനൊരു ചെറിയൊരു ഡെന്റൽ സർജറി കഴിഞ്ഞിട്ട് ഫസ്റ്റ് ലൈവ് ആണ് വരുന്നത്. അപ്പോ ഈ പറഞ്ഞ പോലെ പക്ഷെ കിടിലം പേഴ്സണാലിറ്റീസിന്റെ കൂടെയാണ് ലൈവ് വന്നതുകൊണ്ട് ഞാനിങ്ങനെ ഫുൾ എൻജോയ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോ എല്ലാവർക്കും നമസ്കാരം. പിന്നെ സായി ടീച്ചറിനോട് പറയാനുള്ളത്, എനിക്കൊരു മോനുണ്ട്, 5 വയസ്സാണുള്ളത്. അപ്പൊ ഈ ഓൺലൈൻ ക്ലാസ് ഇവിടെ വളരെ എന്താ പറയാ ഭയങ്കരമായി നടക്കുന്നുണ്ട്. അപ്പൊ ആളത് വളരെ എൻജോയ് ചെയ്ത് കാണുന്നുണ്ട്. അപ്പൊ ഈ ഒരു ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് അവന്റെയും ഒരു എന്താ പറയുക ഒരു സിനിമാ നടി അല്ലെങ്കിൽ ഒരു ഹീറോയിൻ എന്ന് പറയുന്നത് സായി ടീച്ചറാണ്. നമ്മൾ ഇങ്ങനെ സായി ടീച്ചറിനെ കാണിച്ചിട്ടാണ് ഇങ്ങനെ കൊണ്ടുവരുന്നത്. അപ്പോ അത് കഴിഞ്ഞിട്ട് അച്ഛാ ഇനി മുതൽ ഈ ടീച്ചറാണോ പഠിപ്പിക്കുന്നത് എന്ന് വരെ ചോദിച്ചിട്ടുണ്ട് മോൻ. അപ്പൊ അങ്ങനെ കാര്യം അവന്റെ സ്കൂളിലെ ടീച്ചേഴ്സിനൊക്കെ അവന് നന്നായിട്ട് അറിയാം. അപ്പൊ അതുകൊണ്ട് അവൻ കാണാത്ത ഒരു ടീച്ചർ, ഈ ടീച്ചറാണോ ഇനി ഇങ്ങനെ ഗൈഡ് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാ പിള്ളേരുടെയും മനസ്സിലൊരു വലിയൊരു ഹീറോയിൻ ആണ് എന്നുള്ള ഒരു കാര്യം ടീച്ചർ മനസ്സിലാക്കേണ്ടതാണ്. താങ്ക് യു. ഫിറോസ്ക, വേറൊരു കാര്യം പറഞ്ഞോളൂ. ഇന്ന് റഫി സാബിന്റെ 40ാമത്തെ ചരമ വാർഷികമാണ്. അദ്ദേഹം നമ്മളെ വിട്ടുപോയിട്ട്. അപ്പൊ അതൊന്ന് പ്രത്യേകം ഓർമ്മിക്കുകയാണ്. പ്രത്യേകിച്ച് ഒത്തിരി പേരുടെ ഹൃദയം കവർന്ന ഒരു പാട്ടുകാരനാണ്, ഇപ്പോഴും ജീവിക്കുന്നു അദ്ദേഹം. അതൊന്ന് പ്രത്യേകം. തീർച്ചയായും അനശ്വര ഗായകന്റെ ഓർമ്മകളിൽ നമ്മൾ ഒരു നിമിഷം ആ ഓർമ്മകൾക്ക് മുൻപിൽ നമ്മളൊരു സ്മരണാഞ്ജലി അർപ്പിക്കുകയാണ്. സായി പറഞ്ഞോളൂ. സായി, ഇവരുടെയൊക്കെ ഈ പ്രവാസ ലോകത്തിന്റെ സ്നേഹമൊക്കെ കാണുമ്പോൾ, അതുപോലെ തന്നെയാണ് നിഷയ്ക്കും സായി പറഞ്ഞിട്ട് നിഷയും സോഫിയൊക്കെ ഇടപെടുമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അതുപോലെ അത് കഴിഞ്ഞിട്ട് ദിലീപും സംസാരിച്ചു തുടങ്ങിക്കോളും. ഒരുപാട് എനിക്കറിയില്ല, കൊറേ ഇങ്ങനെ അവിടെ നിന്നാണ്, ഈ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ് കുഞ്ഞു മക്കൾസൊക്കെ എന്നെ വിളിച്ചിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അവർക്കിപ്പോ നാട്ടിൽ വരാൻ പറ്റില്ല. ആ ഒരു ബുദ്ധിമുട്ടിന്റെ ഇടയ്ക്കൊക്കെ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ വീഡിയോ ആണ് കാണുന്നത്. ഭയങ്കര സന്തോഷം തോന്നുക. പിന്നെ ഇതേപോലെ സൂം വഴി ഒരുപാട് പ്രോഗ്രാമില് ഒരുപാട് ക്യാമ്പുകൾ, സമ്മർ ക്യാമ്പുകളിൽ എനിക്ക് ഇതേപോലെ പങ്കെടുക്കാൻ പറ്റി. അപ്പൊ നിങ്ങളുടെ ഭാഗത്തൊക്കെ നല്ല സ്നേഹമുള്ളത്, അതിന് ഭയങ്കര സപ്പോർട്ടാണ്. ഒരു പ്രശ്നം വരുമ്പോഴും കൂടെ നിൽക്കുന്നുണ്ട് എല്ലാവരും. ട്രോളിന്റെതും ആ നെഗറ്റീവ് കമന്റിന്റെ ഒക്കെ സമയത്തൊക്കെ എനിക്ക് ഇതുവരെ അറിയാത്ത എന്തോ ചെറിയ സാങ്കേതിക പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു.
ദിലീപ് ആ സമയത്തൊക്കെ ഈ ട്രോളുകളൊക്കെ വരുമ്പോ ദിലീപിനെ അത് ബാധിച്ചിരുന്നു? അതോ ദിലീപ് ഇത് വളരെ കൂളായിട്ട് ഇതിന്റെ ഭാഗമാണെന്ന് വിചാരിച്ചതേ ഉള്ളൂ? അതോ എന്തെങ്കിലും വിഷമം തോന്നിയായിരുന്നു അപ്പോൾ ഈ ട്രോളുകളൊക്കെ വരുമ്പോ? എനിക്ക് ട്രോളിനെക്കാട്ടും കൂടുതൽ സാഹിത്യ ടീച്ചർ കിട്ടാത്തത് കൊണ്ട് എന്നെയാണല്ലോ ആൾക്കാർ ബന്ധപ്പെടുന്നത്. ഒന്ന് സൗദി അറേബ്യ, ദുബായ്, പിന്നെ അമേരിക്ക എന്നെല്ലാം ആൾക്കാർ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അവളെ നമ്പറിന് വേണ്ടിയിട്ടാണ്. എനിക്ക് വിളിച്ചിട്ടും കിട്ടുന്നില്ല. അപ്പോ കുറെ രക്ഷിതാക്കന്മാർ വീഡിയോസും മക്കളെ ഇതും ഞാനൊരു എന്താ പറയേണ്ടത്, അയച്ചു കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവൾ കാണാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുമല്ല. കാരണം അവിടെ ഫുൾ തിരക്കാണ്. ഇപ്പൊ ചെറിയ മോന്റെ പറഞ്ഞതിനോട്ട് അവിടെ താഴെ ആൾക്കാർ വരുന്നുണ്ട്, മറ്റേ ടിവിന്റെ ആൾക്കാർ, മറ്റേ ലൈവ് കൊടുക്കേണ്ട ആൾക്കാർ, എല്ലാരെയും നമ്മൾ പരിഗണിക്കണമല്ലോ. അപ്പൊ ഞാനിവിടുന്ന് 2 ഫോണിലായിട്ടാണ് ഞാൻ കൺട്രോൾ ചെയ്തിട്ടാണ് ഞാനത് ഡൈവേർട്ട് ചെയ്തത് നാട്ടിലേക്ക്. അവക്കും സമയമില്ല, ഞാൻ ചിലപ്പം വിളിച്ചാൽ കിട്ടൂല്ല. കുറെ എന്താ പറയേണ്ടത്, പിന്നെ ഭയങ്കര സന്തോഷം തോന്നി വെച്ചാൽ ഇവിടെയുള്ള ഇവിടെ ഇന്ത്യൻ സ്കൂളിലെ കുട്ടികളെല്ലാം പിന്നെ ഈ മലയാളം ക്ലാസ് കണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ടു. ഇത് എന്താ അവരെ സപ്പോർട്ട് ഉണ്ടാവുമല്ലോ, എന്നെ വിളിച്ചിട്ട് പറയും മക്കൾക്ക് കാത്തു നിൽക്കുന്നുണ്ട് അടുത്ത ക്ലാസ്സിന് വേണ്ടിയിട്ട്. അതെല്ലാം അപ്പൊ കേൾക്കുമ്പോ ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ട്. അതെ, തീർച്ചയായിട്ടും. ദിലീപ് ഇപ്പൊ പറയുന്ന ഒരു കാര്യം കേട്ടപ്പോ ഭയങ്കര രസമായിട്ട് തോന്നി. കാരണം പലരും ഈ സായിയെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി എന്നെയാണ് വിളിക്കുന്നത്, പക്ഷെ എനിക്ക് പോലും കിട്ടുന്നില്ല. സായിയെ വിളിച്ചിട്ട് അങ്ങനെയല്ല, എന്റെ ഫേസ്ബുക്കിന്റെ അകത്തുള്ള മ്യൂച്വൽ ഫണ്ടിന്റെ ടീം അവര് എന്നോട് വിളിച്ചിട്ട് പറയും, അറിയാവുന്ന കുറച്ച് പേര്, അവര് പറയും നീ ഒന്ന് ഫോൺ എടുക്കണം, ഫോൺ എടുത്തിട്ട് അവരെ കോണ്ടാക്ട് നമ്പർ, അവളെ കോണ്ടാക്ട് നമ്പർ കൊടുക്കാൻ എങ്ങനെയാന്ന് വെച്ചാല് അവള് ചിലപ്പം പിന്നെ ആ സമയത്ത് ലൈവിലോ എന്തെങ്കിലും ആണെങ്കിൽ അപ്പം എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പം പല ടീം, ദുബായിലുള്ള FM-ലുള്ള ടീം വരെ വിളിച്ചിട്ട് എനിക്ക് എടുക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ആ സമയത്ത് ഉണ്ടാകുന്ന ഒരു ഇതുണ്ടാവുമല്ലോ. എനിക്കും എന്റെ ഡ്യൂട്ടി ടൈം ഉണ്ടാവും, എനിക്ക് ആ ടൈമിൽ എനിക്ക് ചെയ്യേണ്ടത് ഉണ്ടാവുമല്ലോ. അപ്പം ഭാര്യ എന്നെ നോക്കിയിട്ട് കാര്യമില്ലല്ലോ. അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. സായി വൈകാതെ നമുക്കിപ്പം ചേരുമെന്ന് വിചാരിക്കുകയാണ്. എന്തോ ചെറിയ സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ട്. ദിലീപ് കുറച്ചു നേരം കൂടെ നമുക്കിപ്പോ ഇരിക്കുമെന്ന് വിചാരിക്കുന്നു. തിരക്കുണ്ടെങ്കിൽ ലീവ് ചെയ്തോളൂ, ഇല്ലെങ്കിൽ ഇവരുടെ പാട്ടും പരിപാടിയൊക്കെയാണെന്ന്. പെരുന്നാളായിട്ട് നമ്മളിങ്ങനെ വലിയ പെരുന്നാളായിട്ട് 5 മിനിറ്റ് ഞാനൊന്ന് വരാം, ലൈവിലേക്ക് വരാം. ഓക്കെ, 5 മിനിറ്റ് കഴിഞ്ഞിട്ട്. ഓക്കെ ദിലീപ്, നോ ഇഷ്യൂസ്. ഓക്കെ. അപ്പൊ ദിലീപ് 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്കപ്പം ജോയിൻ ചെയ്യും. നമുക്ക് ലൗലി ജനാർദ്ദനന്റെ പാട്ട് കേട്ടുകൊണ്ട് നമ്മൾ തുടങ്ങി. നമുക്ക് നിഷ ബിനീഷിലേക്ക് പോകണം, സോഫിയിലേക്ക് പോകണം, ശാലിനിയിലേക്ക് പോകണം, ഷെറിനിലേക്ക് പോകണം. ഞാൻ ഒരു കാര്യം ചെയ്യാം, സജിന്റെ ഒരു പാട്ടിൽ നിന്ന്, സജിനും ഒരു ഇത്തിരി തിരക്കുള്ള ആളാണെന്ന് തോന്നുന്നു. നമ്മൾ ഈ കേരളത്തിൽ നിന്ന് ജോയിൻ ചെയ്യുന്നവർ, പ്രത്യേകിച്ചും സജിൻ എന്റെ അടുത്തൊരു ചെറിയ സംഭവം പറഞ്ഞിരുന്നു. മറ്റൊന്നുമല്ല, ചെറിയ പല്ലുവേദനയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അധികം പല്ലുവേദനയുടെ കാര്യം ഇനി സർജറി സെറ്റായി വരുന്നേ ഉള്ളൂ. അപ്പൊ സജിനെ പാടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ പാട്ട് ബുദ്ധിമുട്ട് പാട്ടില് നമ്മള് അങ്ങനെ ഇല്ല, പാടാം, നോ പ്രോബ്ലം. ശരി സജിനെ, നമുക്കൊരു ചെറിയ ഒരു പാട്ടിന്റെ ഒരു ചെറിയ ഭാഗം കേൾക്കാൻ തോന്നുകയാണ്. തീർച്ചയായിട്ടും. ഞാൻ ഇന്ന് ഇപ്പൊ എന്തായാലും റാഫി സാബിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ആളുടെ വളരെ എനിക്ക് വൺ ഓഫ് മൈ ഫേവറേറ്റ് ചാഹൂങ്ക മേത്തുച്ചി എന്നുള്ള സോങ് ഞാൻ പാടാം. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടമുള്ള സോങ് ആവണം. അതെ, നേരത്തെ ഷെറിൻ അത് ഓർമ്മിപ്പിക്കുകയായിരുന്നു. നമുക്ക് അനശ്വര ഗായകന്റെ ഓർമ്മകൾക്ക് മുൻപിൽ പ്രണാമം അർപ്പിക്കാം. മുഹമ്മദ് റഫി സാബിന്റെ ഓർമ്മകൾക്ക് മുൻപിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് നമ്മുടെ മലയാളത്തിന്റെ പ്രിയപ്പെട്ട പിന്നണി ഗായകൻ സജിൻ ജയരാജ് പാടും. താങ്ക് യു സോ മച്ച്. चाहूंगा मैं तुझे सांझ सवेरे, फिर भी कभी अब नाम को तेरे आवाज में न दूंगा, आवाज में न दूंगा. चाहूंगा मैं तुझे सांझ सवेरे, फिर भी कभी अब नाम को तेरे आवाज में न दूंगा, आवाज में न दूंगा. देख मुझे सब है पता, सुना है तू मन की सदा. देख मुझे सब है पता, सुना है तू मन की सदा. मितवा मेरे यार तुझको बार बार
आवाज में न दूंगा, आवाज में न दूंगा, चाहूंगा मैं तुझे सांझ सवेरे. വാ, ഒരു രക്ഷയില്ലേ. നമുക്കൊരു കാര്യം ചെയ്യാം. മുഹമ്മദ് റഫിയുടെ ഓർമ്മകളിൽ, അനശ്വര ഗായകന്റെ ഓർമ്മകളിൽ നിന്ന് നമുക്ക് നിഷ ബിനേഷ് സ്വന്തമായിട്ട് യൂട്യൂബ് ചാനലൊക്കെ ഉള്ള ആളാണ്. സ്വന്തമായി കുറെ പാട്ടുകൾ ഇതുമായി ബന്ധപ്പെട്ട പെരുന്നാൾ പാട്ടും അതുപോലെ ഭക്തിഗാനങ്ങളൊക്കെ പാടിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് നേരെ ഒരു ഭക്തിഗാനത്തിലേക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് മാപ്പിളപ്പാട്ട് പോലെ നിഷ ബിനേഷ് കംഫർട്ടബിൾ ആയ ഒരു പാട്ടിലേക്ക് പോകാം എന്നാണ്. നിഷ, പെരുന്നാള് എങ്ങനെ, ബിരിയാണിയൊക്കെ കിട്ടിയോ? ബിരിയാണി ശരിക്കും കിട്ടി. ആദ്യമായിട്ടാണ് ഞാൻ വിചാരിച്ചു ഇങ്ങോട്ട് ചോദിക്കുന്നു, നിങ്ങളൊക്കെ ബിരിയാണി കൊണ്ട് തരാതെ ബിരിയാണി കിട്ടിയോന്ന് ചോദിക്കാൻ നാണമില്ലെന്ന് എന്റെ അടുത്ത് ചോദിക്കുന്നതാണ് ഞാൻ വിചാരിച്ചത്. ഞാൻ വെക്കാറ് ചെയ്യാറ്. നമ്മുടെ ഒരു റിംല എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഉണ്ട്, മ്യൂസിക് ആയിട്ട് ബന്ധപ്പെട്ട് തന്നെ ലൈവ് ഓർക്കസ്ട്ര ഗ്രൂപ്പാണ്. അതിന്റെ സെക്രട്ടറി ഷാനവാസ്ക രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു, രാവിലെ അല്ല ഞാൻ ഉച്ചയായി എണീക്കുമ്പോ വിളിച്ചിട്ട് പറഞ്ഞു, നിഷ ഞാൻ ബിരിയാണി കൊണ്ടുവരേന്ന്, പെരുന്നാളല്ലേ. ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. നമുക്ക് ഇങ്ങോട്ട് വിളിച്ചിട്ട് നമ്മളോട് കൊണ്ടുവരും, ഭയങ്കര സന്തോഷം തോന്നി. അപ്പൊ എല്ലാ പെരുന്നാളിനേക്കാൾ ഈ പെരുന്നാളിന് എനിക്കൊരു പ്രത്യേകത ഉണ്ട്. കാരണം എന്നും ഞാൻ ഉണ്ടാക്കിയിട്ട് നമ്മൾ കഴിക്കുകയും ചെയ്യാറ്. ഇതാദ്യമായിട്ടാണ് എന്റെ ഒരു സന്തോഷം. അതെന്തായാലും ഗംഭീരമായി. നമ്മളുടെ ഈ ലൈവിലൂടെ ഷാനവാസ്കയ്ക്ക് വലിയൊരു നന്ദി. അതെ, നമ്മുടെ പെരുന്നാളിനെ അവിസ്മരണീയമാക്കിയ ഷാനവാസ് ഭായിക്ക് ഞങ്ങളുടെ എല്ലാം ഒരു ഹായ് നമ്മൾ പറയുകയാണ്. കാരണം ബാച്ചിലേഴ്സ് നമ്മള് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അവരുടെ അടുത്തുനിന്ന് ഇങ്ങനെ. തീർച്ചയായിട്ടും. അപ്പൊ നമുക്കൊരു പാട്ട് പാടി തോന്നല്ലേ? തീർച്ചയായും. റിനീജസ് ഉണ്ട്. റിനീജസ് പത്തനംതിട്ടയിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് അവിടെ റേഞ്ചിന്റെ പ്രശ്നം. മഴയാണോ റിനി അവിടെ? റിനി പത്തനംതിട്ടയിൽ മഴ പെയ്ത് തർക്കാണോ റിനി? റിനി ഉടനെ വരുമെന്ന് വിചാരിക്കാം. നമുക്ക് നിഷയുടെ പാട്ടിലോട്ട് പോകണം. നമുക്ക് ശവ്വാലിൻ ചന്ദ്രികമേലേ ഈദ് മുബാരക്ക്, തക്ബീറിൻ മന്ത്രങ്ങൾ താഴെ ഈദ് മുബാരക്ക്. ശവ്വാലിൻ ചന്ദ്രികമേലേ തക്ബീറിൻ മന്ത്രങ്ങൾ താഴെ മൈലാഞ്ചി തോപ്പിലെ പൂങ്കാറ്റേ ഈദുൽ ഫിത്തറിൻ പൊലിവാലേ മഗ്‌രിബിൻ നേരത്തെ പൂമാനം തന്നൊരാവിൻ നിറമുള്ള ചേലിൽ തിളങ്ങുന്ന പുതുപുത്തൻ മൈലാഞ്ചി മുത്തുക്കിളങ്ങുന്ന വളയിട്ട കൈകളിൽ സുന്നത്തായി മൈലാഞ്ചി. ഈദ് മുബാരക്ക്, ഈദ് മുബാരക്ക്, ഈദ് മുബാരക്ക്, ഈദ് മുബാരക്ക്, ഈദ് മുബാരക്ക്. എല്ലാവർക്കും വലിയ പെരുന്നാൾ ആശംസകൾ. അടിപൊളി. എനിക്കൊരു കാര്യം ചോദിക്കണം. ചോദിച്ചോളൂ. ഈ സോങ് ഒറിജിനലി പാടിയത് ആരാന്ന് പറയാമോ? ഈ സോങ് അയ്യോ അല്ല, ആക്ച്വലി ഇതൊരു അറിയില്ല. ഇത് ആക്ച്വലി എനിക്ക് ഒരു 2 years ബാക്ക് ഒരു പിന്നെ നമുക്ക് ഫോർവേഡ് മെസ്സേജുകൾ വരുമല്ലോ, അപ്പൊ അതിലൊരു വോയിസ് നോട്ട് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്ന ഒരു പാട്ടായിരുന്നു അത്. അത് ഭയങ്കര ഇഷ്ടമായിട്ട് അത് അന്ന് സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാന്. ഓക്കെ, ആക്ച്വലി ഈ പാട്ട് പാടിയിരിക്കുന്നത് ജീനു നസീർ എന്നൊരു സിംഗർ ആണ്. ഇതിനകത്ത് ഈദ് മുബാറക്ക് എന്ന് പാടിയിരിക്കുന്ന പോർഷൻ മൊത്തം ഞാനാണ് പാടിയിരിക്കുന്നത് ഒറിജിനലി. സർപ്രൈസ് ആയി സജീവ്. എനിക്ക് സന്തോഷം, പാടിയ ആളുടെ മുന്നിലിരുന്ന് പാടാൻ കഴിഞ്ഞല്ലോ. ഇവിടെ ജീനു പ്ലേബാക്ക് സിംഗർ ആണ്. ജീനുവിന്റെ ഹസ്ബൻഡ് നസീർ മിന്നലെ കണ്ടറിയായിരിക്കും, പണ്ട് മിന്നലെ എന്നുള്ള ഷോസിലൊക്കെ ഉണ്ടായിരുന്നു. പ്ലേബാക്ക് സിംഗർ ആണ് പുള്ളി. ഞാനും കൂടി ആ ഈദ് മുബാറക്ക് മൊത്തം പാടിക്കുന്നത് ഭയങ്കര വൈറലായിരുന്നു. അതിന്റെ ഒരു പീസ് എല്ലാ പീസായിരുന്നു. അതെ അതെ അതെ, ഒരുപാട് അത് അന്നേ ഞാൻ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. വെൽക്കം. അപ്പോൾ നമുക്ക് സോഫിയയുടെ ഒരു പാട്ടിലോട്ട് ഇപ്പൊ പോവാം. ഇവിടെ പ്രാർത്ഥനാ സമയമായതുകൊണ്ട് സോഫിയയുടെ പാട്ടിലോട്ട് പോയിട്ട് നമുക്ക് തിരിച്ചു വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇതില് കുറച്ചു പേർക്കൊക്കെ എന്നെ അറിയാവുള്ളൂ എന്ന് തോന്നുന്നു. നിഷയ്ക്ക് അറിയാം, പിന്നെ അറിയില്ലേ, അടുത്തിടയ്ക്ക് പരിചയപ്പെട്ടത്. പിന്നെ പിന്നെ അറിയാവുന്നത് നമ്മുടെ ഫൈസൽ സാറിനല്ല, നമ്മുടെ ഇദ്ദേഹത്തിനാണ്, നമ്മളെ മെയിൻ ആളിനാണ് അറിയാവുന്നത്, റോസിനാണ് അറിയാവുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നില്ല വേറെ ആർക്കും എന്നെ അറിയാവുന്നത്, എനിക്ക് തോന്നുന്നില്ല. എന്തായാലും എല്ലാവരെയും സജ്ജൻ പാട്ട് അഫ്സലായി പാടി, മാഷാഅല്ലാ. പിന്നെ ലവ്ലി ചേച്ചിയുടെ പാട്ട് ഞാൻ കേട്ടില്ല, ബാക്കി ആരും പാടിയിട്ടില്ല എന്ന് തോന്നുന്നു. ഷെറീൻ ഹായ്, എല്ലാരെയും പരിചയപ്പെടാൻ പറ്റിയതിൽ വളരെ സന്തോഷം. എന്തായാലും ഈ ലോക്ക്ഡൌൺ ആയതിനു ശേഷമാണ് പിന്നെ അറിയപ്പെടാത്ത ഗായകരൊക്കെ ഇങ്ങനെ അറിയപ്പെട്ടോണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നു അല്ലേ? എല്ലാവർക്കും ഉള്ള അവസരം ഇപ്പോഴാണ് കിട്ടിയത്. എന്തായാലും ഞാൻ ഒരു ഭക്തിഗാനത്തോടു കൂടി തുടങ്ങാം ഇൻഷാ അല്ലാഹ്.
കൂടുതൽ സമയം എടുക്കാൻ തോന്നുന്നു. സോറി കേട്ടോ. 4 മണിക്ക് വേറെ പ്രോഗ്രാം ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പൊ അതുകൊണ്ട് മൈക്ക് കിട്ടിയപ്പോഴത്തേക്ക് അല്ല, എനിക്ക് തന്ന സമയം ഞാനങ്ങ് എടുത്തത്. അതെ. നമ്മുടെ കുറെ സുഹൃത്തുക്കൾ, റിനി എവിടെ ഉണ്ടോ? റിനിയൊക്കെ ഒരുപാട് പേര് അന്വേഷിക്കുന്നുണ്ട്. റിനിയുടെ ഫോട്ടോ മാത്രമേ കാണുന്നുള്ളതാണ് തോന്നുന്നത്. റിനി എനിക്ക് തോന്നുന്നു റേഞ്ച് കിട്ടാൻ വേണ്ടി മുറ്റത്തിറങ്ങിയോന്ന് എനിക്ക് സംശയമുണ്ട്. റിനി റേഞ്ച് പിടിക്കാൻ വേണ്ടി മുറ്റത്തിറങ്ങി. അതാണ് സ്പിരിറ്റ്. ഷാജൻ മാത്യൂസ് റിനി അന്വേഷിക്കുന്നു. മറിയം മെറിൻ റിനി അന്വേഷിക്കുന്നു. നൌഷാദ് കിളിമാനൂർ, സോഫിയ നന്നായി പാടിയെന്ന് നിമിഷ രാജേഷ് എല്ലാവരെയും അന്വേഷിക്കുന്നു. അജാസ് പൊന്നപ്പാല, രാധിക മേനോൻ വണ്ടർഫുൾ എന്ന് പറഞ്ഞൊരു മെസ്സേജ് ചെയ്യുന്നു. നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾ നമുക്ക് അറിയിക്കുന്ന സ്നേഹം. എല്ലാവർക്കും ഞങ്ങളുടെ ഏവരുടെയും വലിയ പെരുന്നാൾ ആശംസകൾ നേരുകയാണ്, ആശംസിക്കുകയാണ്. നമുക്കിനി നമുക്ക് ജദ്ദയിൽ നിന്ന് നേരെ റിയാദിലേക്ക് പോകാതെ കോയമ്പത്തൂർ വഴി വന്നാൽ മതിയോ ശാലിനി? നമുക്ക് കോയമ്പത്തൂർ വഴി വന്നാൽ മതിയോ? കോയമ്പത്തൂർ ഷെറിൻ ഒരു ഭക്തിഗാനം അല്ലെങ്കിൽ മാപ്പിളപ്പാട്ട് പാടാനുള്ള തയ്യാറെടുപ്പാണെന്നാണ് തോന്നുന്നത്. ഷെറിൻ മാപ്പിളപ്പാട്ട് കംഫർട്ടബിൾ അല്ലെങ്കിൽ നമുക്ക് വേറെ പാട്ടായാലും കുഴപ്പമില്ല. മാപ്പിളപ്പാട്ട് അറിയാവുന്ന മാപ്പിളപ്പാട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇന്ന് പെരുന്നാളൊക്കെ ആയിട്ട് നമുക്കൊന്ന് കൊഴിപ്പിക്കാന്ന് വിചാരിച്ചാ. മാപ്പിളപ്പാട്ട് ഒന്നേ അറിയത്തുള്ളൂ ആകെ, അത് പാടാൻ ശ്രമിക്കാം. എല്ലാരും വലിയ വലിയ പാട്ടുകാരാണ്, അതുകൊണ്ടൊരു ചെറിയ പേടിയുണ്ട്. ഞാൻ ബേസിക്കലി ഒരു ഡാൻസർ ആണ്, പാട്ട് ഒത്തിരി ഇഷ്ടമുള്ള ആളാ. കലാക്ഷേത്രയുടെ പുത്രിയാണ്. അതെ, കലാക്ഷേത്രയുടെ പുത്രിയായ നർത്തകിയാണ്. പക്ഷെ പാട്ടും പാടും അല്ലേ? അതെ, മനോഹരമായി പാടും. പാടിക്കോ. അണവാക്കി റൂഹുൽ അമീൻ തൻമൊഴിയായി അമ്പൻ പുകഴ്ന്തയ ഖൈറുൽ ബറായ തുണയാർ അബൂ സുഫിയാനും ബഹീറ ചുമകളും ഷാമിന്ന് വാരുന്നു സൈര അണവാക്കി റൂഹുൽ അമീൻ തൻമൊഴിയായി അമ്പൻ പുകഴ്ന്തയ ഖൈറുൽ ബറായ തുണയാർ അബൂ സുഫിയാനും ബഹീറ ചുമകളും ഷാമിന്ന് വാരുന്നു സൈര തനിയോനരുൾ ഉങ്കൾ ത്വാമും സഹാബ തരത്താലിലൈഹിം സുരഹത്തിൽ പോവാൻ തനി ചെയ്യും ത്വാഹാവിൻ ഏകലും കൂറി ത്വാഉസുല്ലം ലാക്കും ശർദണ്ഡമേരി അണവാക്കി റൂഹുൽ അമീൻ തൻമൊഴിയായി അമ്പൻ പുകഴ്ന്തയ ഖൈറുൽ ബറായ ഏറിയ പോത സുഹബോരിലുത്ത് ഏകൻ അമർ കേട്ടടവേ മുതിത്ത് ആരായി തണിക്കും നബിയും ഒരുങ്ങി ഹാഷി തരിന്തരി കോരും മരുങ്ങി കൂറാനുളന്റെ സ്വഹാബാകെ കന്നം കൊല്ലും റസൂലുകൾ ഒരുമിത്ത എണ്ണം മാറാതവർകൾ മുഹാജിർകളാ മറ്റാകെയൻ സ്വർഗ ആകും ഖസം അണവാക്കി റൂഹുൽ അമീൻ തൻമൊഴിയായി അമ്പൻ പുകഴ്ന്തയ ഖൈറുൽ ബറായ തുണയാർ അബൂ സുഫിയാനും ബഹീറ ചുമകളും ഷാമിന്ന് വാരുന്നു സൈര. താങ്ക് യു. വാ, ഒരു രക്ഷയില്ലേ. തകർപ്പൻ ഷെറിൻ ജോർജ് കോയമ്പത്തൂരിൽ നിന്നാണ് നമുക്ക് വേണ്ടി പാടുന്നത്. എല്ലാ പ്രവാസി സുഹൃത്തുക്കൾക്കും പ്രവാസി മലയാളികൾക്കും തമിഴ്നാട്ടിൽ നിന്ന്, കോയമ്പത്തൂരിൽ നിന്നാണ് ഇതാ ഒരു പെരുന്നാൾ ആശംസ, വലിയ പെരുന്നാൾ ആശംസ വരുന്നത്. അപ്പോ ഷെറിൻ ജോർജ് അങ്ങോട്ട് പാടി തരുമ്പോൾ ഈ പാട്ടിന്റെ സ്പിരിറ്റ് കൊണ്ട് റേഞ്ച് പിടിക്കാൻ വേണ്ടി മുറ്റത്തിറങ്ങിയിരിക്കുന്ന നമ്മുടെ റിനി ജസിലെ കുറെ ആരാധകരുണ്ട്. ഞാൻ അത് കഴിഞ്ഞ് ശാലിനിയിലോട്ട് വരാമെന്ന് വിചാരിക്കുന്നു. ശാലിനി, നമ്മൾ ഈ റിയാദിലും ദമാമിലും
ജിദ്ദയിലും ഒക്കെ ആയിട്ടിരിക്കുന്നുണ്ട്. നമുക്കൊരു ഈ അതിഥികൾ മാത്രമല്ല ആതിഥേയർ കൂടി ആവേണ്ട ഒരു സാഹചര്യം ഉള്ളത് കൊണ്ടാണ് ഞാൻ റിനി ജസ്റ്റിലോട്ട് പോകുന്നത്. ഇപ്പൊ ഏത് സമയത്താണ് അവിടെ റേഞ്ച് കട്ടാവുന്ന അറിയില്ല. മഴ മാനത്ത് കനക്കുന്നു എന്ന് മാനത്ത് എനിക്ക് തോന്നുന്നു ഇത്രയും നേരം 1 മണിക്കൂർ വെയിറ്റ് ചെയ്തുകൊണ്ട് റിനിയുടെ മുഖത്തും കനക്കുന്നുണ്ട് കാർമേഘങ്ങൾ. അപ്പൊ നമുക്ക് റിനിയിലോട്ട് തന്നെ പോവാം. റിനി ഇന്ന് തകർക്കാൻ തീരുമാനിച്ചത് നേരെ റോഡിലൊന്നും ഇറങ്ങല്ലേ കേട്ടോ, മുറ്റത്താണ്. അപ്പൊ റിനിയെ ഒത്തിരി പേര് അന്വേഷിക്കുന്നുണ്ട് കേട്ടോ. രാധിക മേനോൻ ലതാ കുര്യൻ, ഷെറിൻ ജോർജിനെയാണ് അന്വേഷിച്ചത്. ഷെറിൻ മനോഹരമായി പാടിയെന്ന് രാധിക മേനോൻ എല്ലാവരെയും അന്വേഷിക്കുന്നു. ഷെറിൻ നന്നായി പാടിയെന്ന് നൗഷാദ് കിളിമാനൂരും പറയുന്നു. കുറെ പേര് നേരത്തെ റിനിയെ തിരക്കിയിട്ടുണ്ടായിരുന്നു. ലതാ കുര്യൻ ഷെറിന് നന്നായി പാടി എന്ന് പറഞ്ഞൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഷാജൻ മാത്യൂസ്, മറിയം മെഹറിൻ തുടങ്ങിയവരെല്ലാം നേരത്തെ ഇങ്ങനെ റിനിയെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ, നമ്മുടെ സുഹൃത്ത് റിനി ഇതാ റേഞ്ചിന്റെ പ്രശ്നം കൊണ്ട് ആ വീടിന്റെ മനോഹരമായ പൂന്തോട്ടത്തിലേക്ക് ഇറങ്ങി നിന്ന് നമുക്ക് വേണ്ടി ഈ പെരുന്നാൾ ദിനത്തിൽ ഒരു ഗംഭീര പാട്ട് പാടാൻ തുടങ്ങുകയാണ്. റിനി തകർത്തോളൂ. അതേസമയം തന്നെ നമുക്ക് ദിലീപ് വീണ്ടും ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. പാട്ടൊക്കെ കേൾക്കാനൊക്കെ ആയിട്ട് ദമാമിന്ന് ദിലീപ് വീണ്ടും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം അല്ല, സായിന്റെ തിരക്കുള്ള അവിടെ റേഞ്ചിന് ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് അവിടെ ഉണ്ട്. പിന്നെ അതാണ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എത്രയും പെട്ടെന്ന് വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും നാട്ടിലെ പ്രശ്നമാണല്ലോ. ഓക്കെ ദിലീപ്, ഞാൻ കണ്ണിമ ചിമ്മാതെ ഇവിടെ നോക്കിയിരിക്കുകയാണ്. കേറുന്നുണ്ടോ സായി കേറുന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ നമ്മൾ അഡ്മിറ്റ് ചെയ്ത് നമുക്ക് സായിയുടെ വിശേഷങ്ങളും കേൾക്കാം. അപ്പൊ റിനി, ഹായ്. പത്തനംതിട്ടക്കാർക്ക് പെരുന്നാളൊക്കെ ഉണ്ടോ? ബിരിയാണിയൊക്കെ കിട്ടിയോ? ഇല്ല, കിട്ടിയില്ല. അയ്യോടാ, കിട്ടിയില്ല. പക്ഷെ ഞങ്ങള് വെച്ചു. നമ്മൾ പിന്നല്ല, നമ്മൾ വെച്ചു. അതെ. അത്രേ ഉള്ളൂ. എല്ലാവർക്കും എന്റെ ഈദ് ആശംസകൾ. എല്ലാവരും നന്നായി പാടി. അതുപോലെ തന്നെ സായി ശ്വേത ടീച്ചർ, എന്റെ കുഞ്ഞും ആ വീഡിയോ വെച്ചാ പഠിക്കുന്നത് കേട്ടോ. അത് വന്നപ്പം തന്നെ പറയണമെന്നുണ്ടായിരുന്നു. അത് 4 വയസ്സുള്ള കുഞ്ഞാ. അപ്പൊ ആണോ? അപ്പൊ എന്റെ ഒരു അന്വേഷണം അറിയിച്ചേപ്പിക്കണം കേട്ടോ. തീർച്ചയായിട്ടും പറയാം. ഓക്കെ. ഞാനും ഒരു പാട്ട് പാടാം. ഓക്കെ. സോഫിയക്ക് ഇതിനിടയ്ക്ക് സമയമായിട്ടുണ്ടെങ്കിൽ, അടുത്ത പ്രോഗ്രാമിന് പോകാൻ സമയമായിട്ടുണ്ടെങ്കിൽ സോഫിയ ലീവ് ചെയ്തോളൂ കേട്ടോ. മന്ത്രം വിഷു പക്ഷി പോലെ കാതോട് കാതോരം തീഞ്ചോരുമാമന്ത്രം ഈണത്തിൽ നീ ചൊല്ലി വിഷു പക്ഷി പോലെ കാതോട് കാതോരം തീഞ്ചോരുമാമന്ത്രം ഈണത്തിൽ നീ ചൊല്ലി വിഷു പക്ഷി പോലെ കുറുമൊഴി കുറുകി നീ ഉണരുവരിനിൽ കതിരിൽ തിരിയിൽ അരിയ പാൽമണികൾ കുറുകി നിൻമണിതൻ അരിയ വെയിലിലുലയിലിയ കുരളുമോദീനി കുറുമൊഴി ഇതിലിവാ ആരോ പാടിപ്പിയുന്നു തേൻമഴകൾ ചിറകിലുയരുമഴകേ മണ്ണു പൊന്നാക്കും മന്ത്രം ചൊല്ലും മന്ത്രം ചൊല്ലി തരുമോ കാതോട് കാതോരം തേൻചോരുമാമന്ത്രം ഈണത്തിൽ നീ ചൊല്ലി വിഷു പക്ഷി പോലെ. എത്രയോ വർഷം പിറകിലേക്ക് ഇങ്ങനെ പോവുകയാണ് ഈ പാട്ട് കേട്ട് ഞങ്ങള് കേട്ടോ. അതിഗംഭീരം.
അതിഗംഭീരമായി പാടിയെന്ന് മാത്രമല്ല, സത്യത്തിൽ റിനിയുടെ ഈ ഒരു സ്പിരിറ്റിന്റെ മുൻപിൽ നമിച്ചു പോവുകയാണ് റിനി. ഈ റേഞ്ചിന്റെ ചെറിയ പ്രശ്നം ഉണ്ടായപ്പോഴത്തേക്ക് അതെ അതെ മുറ്റത്തേക്ക് ഇറങ്ങി വന്ന് റേഞ്ച് പിടിച്ച് പാടുന്നതെന്ന് പറഞ്ഞാല് ഒരു പാട്ടുകാരിയുടെ സ്പോർട്സ്മാൻ സ്പിരിറ്റിന്റെ അങ്ങേയറ്റമാണെന്ന് പറയാം. അപ്പൊ ഏതായാലും അതിഗംഭീരമായിട്ടുണ്ട്. റിനിയെ ഒത്തിരി പേര് അന്വേഷിക്കുന്നു കേട്ടോ, കേൾക്കാൻ. റിനി പാടിക്കൊണ്ടിരുന്നപ്പോ തന്നെ കുറെ മെസ്സേജുകൾ വന്നിരുന്നു. പ്രസന്ന കുമാർ, വെൽക്കം റിനി, വെയിറ്റിംഗ് ടു ഹിയർ യുവർ സോങ് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. രാധിക മേനോൻ, എനിക്ക് തോന്നുന്നു ശാലിനിയുടെ അമ്മായി ആണെന്നാണ് തോന്നുന്നത്. വെയിറ്റിംഗ് ഫോർ മൈ നീസ് ശാലിനി ടു സിംഗ് എന്നാണ് പറയുന്നത്. റിനി കലക്കിയെന്ന് നൗഷാദ് കിളിമാനൂർ പറയുന്നു. രഘു സദാനന്ദൻ റിനിയെ തിരക്കുന്നു. റിജി രഘു സൂപ്പർ റിനി എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്യുന്നു. എല്ലാം അങ്ങ് ശരിയാകട്ടെ, ലോകം നേരിടുന്ന പിരിമുറുക്കത്തിൽ നിന്നും മനസ്സും ശരീരവും സന്തോഷിക്കാൻ ഒരു അടിപൊളി പാട്ട് പോരട്ടെ എന്ന്. അപ്പങ്ങൾ എമ്പാടും ഒറ്റയ്ക്ക് ചുട്ടമ്മാവി അമ്മാവി ചുട്ടതെന്ന പാട്ട് ദിലീപൻ കിളിമാനൂർ ആവശ്യപ്പെടുന്നു. കേൾക്കാൻ കാത്തിരുന്ന സോങ് എന്ന റിജി രഘു, ലതാ കുര്യൻ, രാധിക മേനോൻ, അങ്ങനെ കുറെ സുഹൃത്തുക്കൾ നമുക്ക് സ്നേഹാന്വേഷണങ്ങൾ അറിയിക്കുന്നു. ഈ പെരുന്നാൾ ദിനത്തിൽ, ഈ വലിയ പെരുന്നാളിന്റെ ഈ ചെറിയ ആഘോഷം, വലിയ പെരുന്നാളിന്റെ കുഞ്ഞ് ആഘോഷം നമ്മളിങ്ങനെ തുടരുമ്പോ നമുക്ക് ശാലിനിയിലേക്കാണ് ഇനി പോകേണ്ടത്. അതിനിടയ്ക്ക് ദിലീപിന് എന്തെങ്കിലും ഇടപെട്ട് പറയാനുണ്ടോ ദിലീപ്? ഈ പാട്ടുകളൊക്കെ കേട്ടിട്ടും ഈ ഒരു പെരുന്നാൾ ദിനത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടോ ദിലീപ്? എനിക്ക് എന്താ പറയണ്ടേ, ഈ പാട്ട് പാടിയത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം റെക്കോർഡിങ്, നമ്മള് റെക്കോർഡിങ് എല്ലാം ഇതാക്കുന്ന ആളാണ്. പക്ഷെ ഈ സമയത്ത് ലൈവിൽ വന്നിട്ട് പാടുന്ന വെച്ചാൽ ഭയങ്കര സ്ട്രെയിൻ ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. അത് റെക്കോർഡിങ് പോലെ അല്ല. ചേച്ചി പാടിയത് ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്ന് പറഞ്ഞാല് റേഞ്ച് ഇല്ലാത്ത പോലും ആ പാട്ട് പാടിയതിന്റെ ഒരു ഫീലിംഗ് ഉണ്ടാവുമല്ലോ. കാരണം നമ്മള് പാടുന്ന അറിഞ്ഞൂടെങ്കിലും പക്ഷെ റെക്കോർഡിംഗ് എല്ലാം ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് നമുക്ക് അറിയാം ഒരാളെ ഇത് നോർമലി പാടുന്ന നേരത്തും പിന്നെ റെക്കോർഡിങ്ങിൽ പാടുന്ന നേരത്തും പലതും ഉണ്ടാവും, വോയിസിന്റെ വേരിയേഷൻ്റെ എല്ലാം. അപ്പം പുറത്തു നിന്നിട്ടാണ് പാടുന്നത്, അപ്പുറത്തുനിന്ന് ഈ മഴ പെയ്തിട്ട് ചീവീടുകളുടെ സൗണ്ടും ഒക്കെ ഉണ്ട് റെക്കോർഡ് ചെയ്യുന്നത്. അതൊക്കെ ഒരു എഫക്റ്റ് ആയിട്ടാണ് കേൾക്കുന്നത്. ഭയങ്കര മനോഹരമായിട്ടുണ്ട് സത്യം പറഞ്ഞാല്. താങ്ക് യു. അതെ, റിനിക്ക് പ്രകൃതിയാണ് താളം ഒരുക്കിയത്. പ്രകൃതിയുടെ ഓർക്കസ്ട്രയിലാണ് റിനിയുടെ പാട്ട് വന്നത് ഗംഭീരമായിട്ട്. കാരണം മ്യൂസിക് ഇല്ലാണ്ട് തന്നെ പുറത്തുനിന്ന് അതാ ഇപ്പം കേൾക്കുന്ന ചീവീടിന്റെ സൗണ്ടാണ്. അതെ സത്യം. അപ്പോ ദിലീപ് ഈ റിനി പറഞ്ഞ കാര്യം മറക്കില്ല എന്ന് വിചാരിക്കുന്നു. അതായത് സായിയോട് റിനിയുടെ മാത്രമല്ല റിനിയുടെ മോളുടെയും ഒരു അന്വേഷണം പറയണമെന്നുള്ളതാണ്. അവളെപ്പോഴും സായി ടീച്ചറിനെ കേട്ടാണ് അവൾ പഠിക്കുന്നത്, സായി ടീച്ചറിനെ കണ്ടാണ് പഠിക്കുന്നത് എന്നുള്ളത് റിനി പറഞ്ഞിരുന്നല്ലോ. തീർച്ചയായിട്ടും. അപ്പൊ ഏതായാലും അത് ദിലീപ് ഏറ്റിട്ടുണ്ട്. നമുക്ക് ശാലിനിയിലേക്ക് പോകാം. റിയാദിൽ നിന്ന് ശാലിനി. അമ്മായി കാത്തിരിക്കുന്നു. അതുപോലെ കുറെ റിക്വസ്റ്റുകൾ ഉണ്ട്. നമ്മുടെ റിയാദിലും ദമാമിലും ജിദ്ദയിലും ഒക്കെ ഉള്ള കൂട്ടുകാരെല്ലാം കാത്തിരിക്കുകയാണ് പെരുന്നാളായിട്ട് ശാലിനി തകർക്കുന്നത് കേൾക്കാൻ. ഞാൻ പുതിയ മൂവിയിലെ ഒരു പാട്ട് പാടാം, സൂഫിയും സുജാതയിലെയും പാട്ട് പാടാം. അത് തകർക്കും. കാറ്റ് പോലെ വട്ടം വെച്ച് കണ്ണിടയിൽ മുത്തം വെച്ച് ശ്വാസമാകെ തീ നിറച്ച് നീ എന്നെ രോഹ കാറ്റ് പോലെ വട്ടം വെച്ച് കണ്ണിടയിൽ മുത്തം വെച്ച് ശ്വാസമാകെ തീ നിറച്ച് നീ എന്നെ രോഹ ഞാവൽ പഴം കണ്ണിമയ്ക്കുന്നീ മൈലാഞ്ചിക്കാട് അത്തറിന്റെ കുപ്പി തുറന്നേ മുല്ല ബസാറ് ധിക്കരമൂളണ തത്തകളുണ്ട് മുത്തുകളായവ ചൊല്ലണതെന്ത് ഉത്തരമുണ്ട് ഒത്തിരിയുണ്ട് പ്രേമത്തിൻ തുണ്ട് പ്രിയനേ പ്രേമത്തിൻ തുണ്ട് വാതിക്കല് വെള്ളരി പ്രാവ് വാക്ക് കൊണ്ട് മുട്ടണക്കിട്ട് തുള്ളിയാമിന്നുള്ളില് വന്ന് നീയാം കടല് പ്രിയനേ നീയാം കടല്. ഒരു നിവൃത്തിയില്ലാതെ കൂടെ ആരൊക്കെ പാടി? എനിക്ക് തോന്നുന്നു നിഷയാണെന്ന് തോന്നുന്നു ആ പാട്ടിന്റെ കൂടെ. നിങ്ങൾ പിന്നെ ഈ സ്റ്റേജുകളിലൊക്കെ ഒരുമിച്ച് പാടുന്നതുകൊണ്ട് പിന്നെ നിഷ
ഈ പാട്ടിലങ്ങ് മുഴുകി ശാലിനിക്കൊപ്പം അങ്ങ് ചേർന്നതാണ്. അതെ അതെ, അപ്പൊ ഞങ്ങൾ ബാൻഡ് മെമ്പേഴ്സ് ആണ് ഫിറോസിക്ക, ഞങ്ങൾ ഒരേ ബാൻഡിലെ ആൾക്കാരാണ്. അതെ അതെ അതെ, ഒരേ ബാൻഡിലെ മെമ്പേഴ്സ് ആണ്. നമുക്ക് പ്രസന്നകുമാർ അയക്കുന്ന മെസ്സേജ്, റിനി ദാറ്റ് വാസ് എക്സലന്റ് സിംഗിങ്, കാതോട് കാതോരം, കീപ് ഇറ്റ് അപ്പ് എന്ന്. റിജി രഘു, റിനി ഒരു പഴയ സോങ് പാടണമെന്ന് പറയുന്നു. ലതാജി നായർ, ഓസം ശാലിനി. ശോഭൻ ബാബു, സൂഫിയും സുജാതയും വന്നല്ലോ എന്ന്. മാലിനി രമേശ് എല്ലാരെയും അന്വേഷിക്കുന്നു. നൗഷദ് കുലിമാനൂർ, ശാലിനി കിടുക്കി, കൺഗ്രാറ്റ്സ് എന്ന് പറഞ്ഞ് ഒരു മെസ്സേജ്. എല്ലാവർക്കും ആശംസകൾ. ശോഭൻ ബാബു UK യിൽ നിന്ന് അറിയിക്കുന്നു. രാധിക മേനോൻ, ശാലിനിയുടെ മേമയാണ് കേട്ടോ എന്ന്. ഓക്കെ, മുമ്പ് മെസ്സേജ് അയച്ചിട്ടുള്ളതാണ് ശാലിനിയുടെ മേമ. ഒത്തിരി സന്തോഷമുണ്ട്. ഷെറിൻ നന്നായി പാടിയെന്ന് ശോഭൻ ബാബു പറയുന്നു. റിജി രഘു, രാധിക മേനോൻ, അങ്ങനെ കുറെ അധികം സുഹൃത്തുക്കൾ നമ്മളെ അന്വേഷിച്ച് സ്നേഹാന്വേഷണങ്ങൾ അറിയിക്കുന്നു. ആ സമയത്ത് ഞാൻ തോന്നുന്നു എനിക്ക് വീണ്ടും നമ്മുടെ ലൗലിയുടെ മാസ്മരിക ശബ്ദത്തിലേക്ക് പോകണം. അതിനു മുമ്പ് എനിക്ക് തോന്നുന്നു നമുക്ക് നേരത്തെ സായി ടീച്ചറിനോട് ചോദിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. സായി ടീച്ചർ നേരത്തെ ഒരു സിനിമയിൽ അഭിനയിച്ചതായിട്ടുള്ള വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. അത് ഇപ്പോഴല്ല, കുറെ വർഷങ്ങൾക്ക് മുമ്പ്. എനിക്ക് തോന്നുന്നു ചിലപ്പോ സായി ടീച്ചർ ദിലീപിന്റെ ജീവിതത്തിലേക്ക് വരുന്നതിന് മുൻപാകാനും സാധ്യതയുണ്ട്. അതൊരു ബാലതാരമായിട്ട് അങ്ങനെ ആവാനും സാധ്യതയുണ്ട് ചിലപ്പോ. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽ ഒരു പ്രൊഡക്ഷൻ കൺട്രോളറാണ് അങ്ങനെ കലാഭവൻ മണിയുടെ ഒരു സിനിമയില് ബാലതാരമായി വന്നു എന്നൊരു വാർത്ത പങ്കുവച്ചത്. ദിലീപ്, അതിനെപ്പറ്റി എന്താണ് അറിയാവുന്നത് ദിലീപേ? അതിന്റെ രാജസന്റെ ഒരു പടത്തിന്റെ അകത്ത് മകളായിട്ടുണ്ടായിരുന്നു. ഒരു പടത്തില്ല, 4-5 പടത്തിന്റെ അകത്ത് അവള് ബാലതാരായിട്ടുണ്ടായിരുന്നു. എന്റെ അടുത്തുണ്ട് അതിന്റെ കുറെ വീഡിയോസ്. പക്ഷെ ഈ സമയത്ത് അത് ഇതാക്കുന്ന വെച്ചാൽ അവളായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തതാണ്. ചെറിയൊരു കുട്ടിയായിട്ടുള്ള സമയത്താണുള്ള ഇതാണ്. പിന്നെ അതുപോലെ തന്നെ MC ഓഡിയോസിന്റെ കുറെ ആൽബത്തിന്റെ അകത്ത് അവള് ഉണ്ടായിരുന്നു. പിന്നെ ജഗദീഷ് മുകേഷിന്റെ ഒരു പടത്തിന്റെ അകത്ത് ഒരു ബാലതാരായിട്ടുണ്ട്. കുറെ എന്റെ കയ്യിലുണ്ട്. പിന്നെ അതൊന്നും നമ്മൾ ഷെയർ ചെയ്യാൻ നിൽക്കില്ല. കാരണം വെച്ചാല് അത് സായി ടീച്ചറായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ടീച്ചർ അന്നേരത്തെ മെലിഞ്ഞിട്ടുള്ള ഒരു ഇതായിട്ട് ചെറിയൊരു ഇതാണ്. പിന്നെ ഡീലോർ നോഡിയില് ഉണ്ടായിരുന്നു, അവള് ഏകദേശം പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ വീഡിയോസ് കയ്യിലുണ്ട്. സിനിമ അവിടെ അവളെ നാട്ടുകാരനായിരുന്നു. ഒരു പ്രൊഡക്ഷൻ കൺട്രോൾ ആയിട്ടുള്ളത് ഒരു ആളാണ് അവളെ ഇതിലേക്ക് ഇതാക്കുന്നത്. ചെറിയ കാലത്തുള്ള എനിക്കറിയില്ല, കൂടുതലായിട്ട് അറിയാം. കുറെ എന്താ പറയുന്നത്, കുറെ സീരിയലിനകത്തെല്ലാം അവള് ബാലതാരായിട്ടുണ്ട്. അന്നേരത്തൊന്നും നമ്മൾ ഈ സോഷ്യൽ മീഡിയന്റെ ഈ വീഡിയോസും കാര്യങ്ങളൊന്നും കിട്ടാനുള്ള ഇതില്ലല്ലോ. പിന്നെ അതൊന്നും ഇല്ല. അതെ, അത്തരത്തിൽ 2 പൂച്ചകളുടെ കഥ പറഞ്ഞുകൊണ്ട് കേരളത്തിന്റെ മനം കവർന്ന സായി ടീച്ചർ, സായി ശ്വേതയുടെ പ്രിയതമനാണ് നമുക്കൊപ്പം ഉള്ളത്. അദ്ദേഹം സൗദി അറേബ്യയിലെ ദമാമിൽ നിന്നാണ് ചേർന്നിരിക്കുന്നത്. അവർ രണ്ടുപേരും കൂടി ഒരുമിക്കുന്ന ഒരു ആദ്യത്തെ ഷോ എന്നൊരു പ്രത്യേകതയുണ്ട്. നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ചിലപ്പോ ലേറ്റായി ജോയിൻ ചെയ്തവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. ദിലീപിനെ പരിചയപ്പെടുത്തിയതാണ്. ദിലീപ് സൗദി അറേബ്യയിലെ ദമാമിൽ ഒരു മീഡിയ ഫേമിലാണ് ജോലി ചെയ്യുന്നത് എന്നുള്ള കാര്യം. വലിയ സന്തോഷമുണ്ട് ദിലീപിനെ പരിചയപ്പെടുത്താൻ കഴിയുന്നതിൽ. സായി ടീച്ചർ അല്പസമയത്തിനകം നമുക്കൊപ്പം ചേരും. സായി ടീച്ചർ ഉണ്ടായിരുന്നു അല്പസമയത്തിനകം. ചെറിയ സാങ്കേതിക പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് കേരളത്തിൽ ഈ മഴയും പ്രതികൂല കാലാവസ്ഥയും ഒക്കെ ആയതുകൊണ്ടുള്ള ചെറിയ പ്രശ്നങ്ങൾ ഒക്കെയാണ്, സിഗ്നൽ പ്രശ്നങ്ങളൊക്കെയാണ്. വൈകാതെ ടീച്ചർ വരും എന്നുള്ള പ്രതീക്ഷയാണ്. ഒരു കാര്യം ദേവി, ഞാനൊക്കെ പാട്ട് പാടുന്ന പാട്ട് പാടാനും കൂടെ പറയുന്നത് അല്ലേ? ഇല്ലെങ്കിൽ ഞാൻ വെച്ച് പോണ്ടി വരും. കാരണം വേറെ പാട്ട് കേട്ടിട്ട് ഞാൻ അഭിപ്രായം ഞാൻ പറഞ്ഞുതരും എങ്ങനെ ആയിരുന്നുള്ളത്. അല്ലാണ്ട് എനിക്ക് പാട്ട് പാടുന്നത് അറിഞ്ഞുകൂടാ. ദേവി അതെ ദിലീപ്, ഈ പെരുന്നാൾ നമുക്ക് പാട്ടൊക്കെ കേട്ട് കുറച്ചു നേരവും കൂടി ഇങ്ങനെ ഇരിക്കാം. അപ്പൊ ഏതായാലും സായി ടീച്ചറിന്റെ പ്രിയതമൻ ദിലീപ് വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ലൗലി ജനാർദ്ദനിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ലൗലിയെ പരിചയമുണ്ടോ? ഇവിടെ ജദ്ദയിലൊക്കെ നിരവധി തവണ സ്റ്റേജ് പ്രോഗ്രാമുകൾ ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ സ്റ്റേജിൽ ലൗലിയുടെ? ഇത് ഈ സൂം ആയതുകൊണ്ടും അവിടെ റേഞ്ചിന്റെ പ്രശ്നം ഉള്ളത് കൊണ്ടുമാണ്. സ്റ്റേജ് ഇളക്കുന്ന ഒരു കക്ഷിയാണ്. ആർക്കെങ്കിലും അറിയാവോ? കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലേ. സ്റ്റേജ് പ്രോഗ്രാമുകൾക്കൊക്കെ വരുന്നതാണ്. ലൗലി, ഒരു ആമുഖമായിട്ട് നമ്മുടെ ഈ വിദേശ സ്റ്റേജ് പ്രോഗ്രാമുകളെ കുറിച്ച് 2 വാക്ക് പറഞ്ഞിട്ട് അടുത്ത നമ്മുടെ ഇടിവെട്ടിലേക്ക് പോകാൻ തോന്നുന്നു. ഓക്കെ. ഞാന് ദുബായിലാണ് വന്നിട്ടുള്ളത്. ദുബായില് ഷാർജയിലൊക്കെയാണ് വന്നിട്ടുള്ളത്. ഒരു 4 times വന്നിട്ടില്ല. ഇല്ല ദുബായിലാണ്. മൊബൈൽ ചിലപ്പോ ഇപ്പൊ ഓഫായി പോയി. ആണോ? നമുക്കപ്പോ അപ്പോഴത്തേക്ക് ഒരു പാട്ട് കൂടെ അങ്ങ് പാടാം. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ തൽക്കാലത്തേക്ക് ഒന്ന് ലീവ് ചെയ്തിട്ട് ഫോൺ ചാർജ് ചെയ്തിട്ട് പിന്നെ ജോയിൻ ചെയ്താലും മതി. ഇപ്പൊ ഉള്ള പവർ കൊണ്ടൊരു പാട്ടങ്ങ് പാടാം. ഓക്കെ.
അയ്യോ പോയില്ല, പോയി, സോറി കേട്ടോ. ഓക്കെ, കുറച്ചു നേരം ചാർജ് ചെയ്യാൻ വെച്ചോളൂ ലൗലി. അങ്ങനെയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യാം. എനിക്ക് തോന്നുന്നത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല, സ്റ്റക്ക് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഫോൺ ഓഫായോ? നമ്മളിനിയിപ്പോ എന്ത് സാങ്കേതിക പ്രശ്നം വന്നാലും നമ്മൾ പായസം പഠിപ്പിച്ച് വെച്ചേക്കുന്ന സംഭവം ഉള്ളതുകൊണ്ട് നമുക്ക് പിടിച്ചു ചെയ്യാം. നമ്മുടെ സംഭവം, ചില സംഭവങ്ങൾ ശരിയാവും, ചിലത് ശരിയാവത്തില്ല, അത്രേ ഉള്ളൂ. അപ്പോ ഞാൻ വീണ്ടും സജിനിലേക്ക് പോവുകയാണ്. അങ്ങനെ സജിനെ ഒരുപാട് നേരം, പ്രത്യേകിച്ച് നിങ്ങളോട് എല്ലാവരോടും, ഞാൻ വിചാരിച്ചതൊരു രഹസ്യമായിട്ട് എൻ്റെ അടുത്ത് മാത്രം പറഞ്ഞ കാര്യമാണ് ഈ പല്ലിന്റെ സർജറിയുടെ കാര്യമൊക്കെ. പക്ഷേ കൂളായിട്ട് വന്നിട്ട് എല്ലാവരുടെ അടുത്തും പറയുന്നുണ്ട് ആ സർജറി കഴിഞ്ഞിരിക്കുകയാണെന്നുള്ള കാര്യം. സജിനെ ഒരുപാട് നേരം മ്യൂസിക് അല്ലേ, അതാണ്. അതെ 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 അതെ, സബ്ജക്ട് മ്യൂസിക് ആകുമ്പോ സർജറിയൊക്കെ മറക്കും നമ്മള്. മറന്നേ പറ്റുള്ളൂ, ജീവിക്കണ്ടേ, ആകെ അറിയാന്നുള്ള പണി ഇതാ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ സജിനെ, നമുക്ക് സജിൻ അടുത്തൊരു പാട്ട് പാടുന്നുണ്ടോ, അതോ എന്തെങ്കിലും? ഞാൻ ആക്ച്വലി എനിക്ക് നമ്മളെ എന്താ പറയാ, ഓർമ്മകൾ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ട്രിവാൻഡ്രംകാരനാണല്ലോ, ഇവിടെ കൊച്ചിയിൽ സെറ്റിൽഡ്. ഇപ്പൊ എല്ലാവരും അറിയാം, ലോക്ക്ഡൌൺ ആണ്. ഇപ്പൊ ട്രിവാൻഡ്രത്താകുമ്പോ ഒരുപാട് ഫ്രണ്ട്സ് ആ ഉച്ചയ്ക്ക് മുടങ്ങാതെ ഉള്ള മട്ടൻ ബിരിയാണി എല്ലാം മിസ്സായി പോയി. അതിന്റെ ഒരു വിഷമമുണ്ട്. എന്തായാലും ഞാന് മാപ്പിളപ്പാട്ടാണോ എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. എന്നാലും മക്ക എന്ന് തന്നെ തുടങ്ങുന്ന ഒരു സോങ് എന്റെ ഭയങ്കര ഫേവറേറ്റ് സോങ് ആണ്. ഞാൻ അതിന്റെ ഒരു കവർ വേർഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒരു 4 വരി മുമ്പ് പാടിയതാണ്. ഓർമ്മ കുറച്ച് ആ ഒരു ട്യൂൺ ഓർമ്മയുണ്ട്, ജസ്റ്റ് ഞാൻ പാടാൻ ആഗ്രഹിക്കുന്നു. അത് പാടിയിട്ട് ഞാൻ ലീവ് ചെയ്യാം. ഓക്കെ സജിന, ഈ മട്ടൻ ബിരിയാണിയുടെ കാര്യം പറഞ്ഞപ്പോ, മട്ടൻ ബിരിയാണി മിസ്സായെന്ന് പറഞ്ഞപ്പോ നമുക്കൊരു വിഷമം. അപ്പൊ നേരിട്ട് കാണുമ്പോൾ അത് പരിഹരിക്കുന്നതായിരിക്കും. കേരളത്തിലേക്ക് നമ്മൾ ലാൻഡ് ചെയ്തത് സജിന നമ്മൾ നേരിട്ട് കാണുമ്പോൾ നമ്മളത് പരിഹരിച്ചിരിക്കും. തീർച്ചയായിട്ടും, ഒരുപാട് സന്തോഷം. ഓക്കെ, ഞാൻ അപ്പൊ എന്തായാലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കൂ. ഫോർമാലിറ്റി അല്ല, ഞാൻ ഒരുപാട് മുമ്പ്. ഓക്കെ ഓക്കെ. മക്കാമണൽ തട്ടിൽ ഞാൻ ചെന്നിട്ടില്ലേലും ആരംഭമുത്ത് റസൂലെ കണ്ടു. മനസ്സിന്റെ കണ്ണ് തുറന്ന് ഞാൻ നോക്കുമ്പോൾ അറിവിന്റെ കേദാരഭൂവി കണ്ടു. അറിവിന്റെ കേദാരഭൂവി കണ്ടു. മക്കാമണൽ തട്ടിൽ ഞാൻ ചെന്നിട്ടില്ലേലും ആരംഭമുത്ത് റസൂലെ കണ്ടു. മനസ്സിന്റെ കണ്ണ് തുറന്ന് ഞാൻ നോക്കുമ്പോൾ അറിവിന്റെ കേദാരഭൂവി കണ്ടു. അറിവിന്റെ കേദാരഭൂവി കണ്ടു. അതിമക്കത്താക്കാലം ഞാൻ പിറന്നില്ലേലും പരിശുദ്ധ നൂറിൻ വഴികൾ കണ്ടു. പതിമക്കത്താക്കാലം ഞാൻ പിറന്നില്ലേലും പരിശുദ്ധ നൂറിൻ വഴികൾ കണ്ടു. പരിശുദ്ധ നബിയെ ഞാൻ നേരിൽ കണ്ടില്ലേലും പൂമുഖം ഇന്നെന്റെ കൽവിൽ കണ്ടു. പരിശുദ്ധ നബിയെ ഞാൻ നേരിൽ കണ്ടില്ലേലും പൂമുഖം ഇന്നെന്റെ കൽവിൽ കണ്ടു. മക്കാമണൽ തട്ടിൽ ഞാൻ ചെന്നിട്ടില്ലേലും ആരംഭമുത്ത് റസൂലെ കണ്ടു. മനസ്സിന്റെ കണ്ണ് തുറന്ന് ഞാൻ നോക്കുമ്പോൾ അറിവിന്റെ കേദാരഭൂവി കണ്ടു. അറിവിന്റെ കേദാരഭൂവി കണ്ടു. ഒരു രക്ഷയില്ല, കൈയടിച്ച് തകർക്കേണ്ടി വരും. ഇത് ഈ പ്രവാസ പറഞ്ഞോളൂ. ഈ പാട്ട് ഉണ്ണികൃഷ്ണൻ സാർ പാടിയ പാട്ടാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാല് എന്താ പറയാ, ഈ ഒരു പാട്ടിനോട് എന്തോ ഒരു സ്പെഷ്യൽ പ്രേമം ഉണ്ടായിരുന്നു ഫസ്റ്റ് ടൈം കേട്ടപ്പോ തന്നെ. അപ്പൊ തന്നെ ഞാൻ അതിന്റെ ഒറിജിനൽ, അന്ന് ഈ അൺപ്ലഗ്ഡ് ഒന്നും ചെയ്യാൻ പോയില്ല, അതിന്റെ ഒറിജിനൽ ട്രാക്ക് എനിക്ക് മാസ്റ്റർ ട്രാക്ക് കിട്ടി. അപ്പൊ അങ്ങനെ പാടിയ ഒരു യൂട്യൂബ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം നല്ല റീച്ചും കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ മാപ്പിള പാട്ടൊക്കെ സ്പെഷ്യലൈസ് ചെയ്തിരുന്ന സിംഗേഴ്സിന്റെ അവരുടെ ഒരു ആക്സെന്റ് ഉണ്ട്, അത് പാടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളിപ്പോ നമ്മൾ ട്രെയിൻ ചെയ്ത, ആക്ച്വലി ഞാൻ ട്രെയിൻഡ് അല്ല, പാട്ട് പഠിച്ചിട്ടില്ല. അതിൽ ആ ഒരു സ്റ്റൈല് പാടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എങ്കിലും മാക്സിമം
ഞാൻ പാടാൻ ശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് നല്ല കമന്റ്സ് ഈ പറഞ്ഞ ഒരുപാട് മുസ്ലിം നല്ല സുഹൃത്തുക്കളായിട്ടുള്ള സിംഗേഴ്സിന്റെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം ഓർക്കുന്നു ഈ ഒരു നിമിഷം. അതേ കൂടെ തന്നെ ബിരിയാണി കിട്ടാത്തത് ഓർക്കുന്നു. താങ്ക് യു. സജിനെ ഗംഭീരമായിട്ട് പാടി. ഇത് എനിക്ക് നന്നായിരുന്നു, തോന്നുന്നത് നന്നായി ഒരുപാട് പാടി, സാധ്യമായി തന്നെ പാടി. അത് തന്നെ അതിന് ആ ഒരു വാക്കുള്ള അസാധ്യമായി പാടി എന്നുള്ളത്. സജിൻ പറഞ്ഞത് ശരിയാണ്. ആ സ്ലാങ്ങിന് ഒരുപാട് വ്യത്യാസമാണ്. മാപ്പിളപ്പാട്ടിന്റെ സ്ലാങ് ഒരുപാട് വ്യത്യാസമാണ്. ശരിക്കും പഠിച്ച് പാടാൻ തന്നെ ഉണ്ട്. അത് എന്നുവെച്ചാൽ അവർക്ക് ഇൻബിൽഡ് ആയിട്ട് കിട്ടുന്ന ഒരു ആക്സെന്റ് ആണ്. നമുക്കത് അനുകരിക്കാൻ ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ടാണ് അത്. നമുക്ക് പറ്റുന്ന രീതിയിൽ മാക്സിമം ശ്രമിക്കാവുന്നതല്ലേ ഉള്ളൂ. എന്നാലും താങ്ക് യു സോ മച്ച്. അപ്പോ എല്ലാവർക്കും ഒരുപാട് സന്തോഷം. ഒരുപാട് സിംഗേഴ്സിനെ അറിഞ്ഞൂടാത്തവരെ പരിചയപ്പെടാൻ പറ്റി. എന്നെ എല്ലാവർക്കും അറിയാൻ വഴിയില്ല. അപ്പൊ എന്തായാലും ഭയങ്കര സന്തോഷം. ഫിറോസ്ക, താങ്ക് യു സോ മച്ച്. എനിക്ക് തോന്നുന്നത് ഈ സർജറി എന്തായാലും സജിൻ പാടിയ പാട്ട് സജിന്റെ മുന്നിൽ തന്നെ പാടാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഏറ്റവും കൂടുതൽ സന്തോഷം എനിക്കാ. ഞാൻ പെട്ടെന്ന് ഞാനിങ്ങനെ വണ്ടറടിച്ച് കേൾക്കുമായിരുന്നു. എനിക്കൊരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട് സജിനോട്. വലിയ ബുദ്ധിമുട്ടില്ലെങ്കിൽ പ്രോഗ്രാം തീരുന്നവരെ നിന്നൂടെ? ഒരു പാട്ടുകൂടെ ഞങ്ങൾക്ക് വേണ്ടി പാടിയിട്ട് പോകൂടെ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യട്ടെ. വരാം. എത്ര നേരം ഉണ്ടാവും ഫിറോസ്ക? നമ്മള് ഒരു 10-15 മിനിറ്റ് കൊണ്ട് തീർക്കണമെന്ന് വിചാരിക്കുകയാണ് ഓരോ റൗണ്ട്. അപ്പൊ ഞാൻ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വരാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഓക്കെ. താങ്ക് യു. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഒന്നുമില്ല. സജിൻ പോയിട്ട് വന്നോളൂ. നമ്മുടെ മുഹമ്മദ് ഫയാസ് വീണ്ടും ജോയിൻ ചെയ്യുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഫയാസ് ജോയിൻ ചെയ്തിട്ടുണ്ടോ മോനെ? ഏതായാലും ഫയാസിലോട്ട് വരാം. നമുക്ക് അടുത്ത പാട്ടുകളിലേക്ക് പെട്ടെന്ന് പോവാന്ന് വിചാരിക്കുകയാണ്. നമുക്ക് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന കുറെ സുഹൃത്തുക്കളുണ്ട്. പക്ഷെ നമുക്ക് അടുത്ത ഇനി നമുക്ക് പാടുന്ന ഞാൻ നിഷയിലേക്ക് തന്നെ പോട്ടെ. നിഷയുടെ അടുത്തൊരു ഗാനം നിഷ പാടുവോ? ഓക്കെ. മാപ്പിളപ്പാട്ട് തന്നെയാണ് കേട്ടോ. നിഷ ഒരു പാട്ട് പാടി തീരുമ്പോഴേക്കും ഷെറിൻ അതിന്റെ തുടർച്ചയായിട്ടൊരു പാട്ടങ്ങ് പാടുവോ? വേറെ ഒന്നും കൊണ്ടല്ല, എനിക്കിവിടെ ചെറിയൊരു പവർ ഫെയിലിയർ വന്നു. എന്റെ ലാപ്ടോപ്പ് കണക്ട് ചെയ്തിരിക്കുന്ന നെറ്റിന്റെ ചാർജ് പോയി. അപ്പൊ ഞാൻ അതൊന്ന് ചാർജ് ചെയ്യാനുള്ള സംവിധാനം എടുത്തോണ്ട് വരുമ്പോഴത്തേക്ക് നിഷയിൽ നിന്ന് ഷെറിനിലേക്ക് എന്റെ ഒരു ഇടപെടലില്ലെങ്കിൽ നിങ്ങൾ കൊണ്ടുപോയിക്കോളൂല്ലോ. എനിക്കറിയാം നിങ്ങളെല്ലാം പുലികളാണ്. അല്ലെങ്കിൽ അവസാനം ഞാൻ വന്നിട്ട് ഫായ്സ് പറഞ്ഞ ഡയലോഗ് പറയും. ശരി, ഓക്കെ. തുടങ്ങിക്കോളൂ നിഷ, തുടങ്ങിക്കോളൂ. അഴകുള്ള ഫാത്തിമ, അരുമപ്പു ഫാത്തിമ, അല്ലാന്റെ ദൂതരെ പൂമോള് ഫാത്തിമ, അലിയാര് തങ്ങൾക്ക് ഇണയൊത്ത ഫാത്തിമ, അഴകുള്ള ഫാത്തിമ, അരുമപ്പു ഫാത്തിമ, അല്ലാന്റെ ദൂതരെ പൂമോള് ഫാത്തിമ, അലിയാര് തങ്ങൾക്ക് ഇണയൊത്ത ഫാത്തിമ, അഴകുള്ള ഫാത്തിമ. മുത്തായ ദീനിൻ മാതൃക മഹിള ഫാത്തിമ, മുത്ത് റസൂലിൻ കരളിന്റെ കഷ്ണം ഫാത്തിമ, മുത്തായ ദീനിൻ മാതൃക മഹിള ഫാത്തിമ, മുത്ത് റസൂലിൻ കരളിന്റെ കഷ്ണം ഫാത്തിമ, തങ്കമാർന്ന പെൺകൊടി മങ്കമാരിലെ റാണി, താരങ്ങൾ പൂത്തപ്പോ ചിരി തൂക്കും സുന്ദരി, അഴകുള്ള ഫാത്തിമ, അരുമപ്പു ഫാത്തിമ, അല്ലാന്റെ ഭൂതരെ പൂമോള് ഫാത്തിമ, അലിയാര് തങ്ങൾക്ക് ഇണയൊത്ത ഫാത്തിമ. നന്നായിട്ട് പാടി കേട്ടോ. അടിപൊളി. ഞാൻ ഇന്ന് ഇതിന്റെ ഒരു വീഡിയോ ഇറക്കുന്നുണ്ട്, എല്ലാവരും കണ്ട് അഭിപ്രായം പറയണം. അതെ, ഞങ്ങൾ എല്ലാവരും കാണുന്നുണ്ട്. അഴകൊത്ത ഫാത്തിമയെ ഞങ്ങൾക്ക് ഇതിന്റെ വീഡിയോ തന്നെ കേൾക്കണം. അതിന്റെ ഒരു പാട്ട് മനോഹരമായിട്ട് ഈ പെരുന്നാൾ ദിനത്തിൽ നിഷ നമുക്ക് വേണ്ടി ഇന്ന് റിലീസ് ചെയ്യണം. എത്ര മണിക്കാണ്?
അയ്യോ, റെൻഡറിങ് നടന്നുകൊണ്ടിരിക്കുക. അതെ 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 അതെ. സാങ്കേതിക വിദഗ്ധൻ എന്ന് പറയുന്ന ബിനേഷാണ്. ബിനേഷ് അവിടെ ഈ കാര്യങ്ങള് റെൻഡറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? എഡിറ്റിംഗ് അനിയനാണ് എഡിറ്റിംഗ് ഒക്കെ അനിയനാണ്. അതെ അതെ അതെ. റെക്കോർഡ് ചെയ്താണോ ഇത് പാട്ട്? ഓ, ഇത് റെക്കോർഡിംഗിലാണോ ചെയ്തത്? അതെ, അല്ല മറ്റേ നമ്മള് റെക്കോർഡറിൽ റെക്കോർഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തു. ഓക്കെ ഓക്കെ. തീർച്ചയായിട്ടും ലിങ്ക് ഒന്ന് അയച്ചു തരണം, കേൾക്കണം ഒരു ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും. ഫിറോസിന് അയച്ചു കൊടുക്കാം, ഫിറോസ് അയച്ചു കൊടുത്താൽ മതി. അതെ, ഞാൻ ദിലീപായിക്ക് അയച്ചു തരാം. ഞാൻ ദിലീപായിക്ക് അയച്ചു തരാം. ഒരുപാട് ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. അതെ, അപ്പോൾ നമുക്ക് ശാലിനിയുടെ ആ പാട്ട് റിലീസ് ആയി കഴിഞ്ഞാൽ ഉടനെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അതിന്റെ വീഡിയോ അയച്ചു തരാം. വീണ്ടും ഫായിസ് എത്തിയിട്ടുണ്ട്. ഫായിസേ, ഫായിസേ മോനെ എന്തുണ്ട്? എന്തൊക്കെയുണ്ടടാ ഇവിടെ വിശേഷം? ആരൊക്കെയാ വന്നേ? കാണാൻ ആരൊക്കെയാ വന്നേ? ആ കൈ ഒന്ന് എടുത്തു മാറ്റിയാലേ നമുക്ക് നിന്നെ കാണാൻ പറ്റത്തുള്ളൂ. ആ കൈ ഒന്ന് എടുത്തു മാറ്റിയാലേ കാണാൻ പറ്റത്തുള്ളൂ. ആ ഡയലോഗ് ഒന്ന് പറഞ്ഞേ, നമ്മുടെ ഹിറ്റ് ഡയലോഗ്. ഫായിസേ, നമ്മുടെ അത്രേ ഉള്ളൂ. അതാണ് ഫായിസിനെ പറയാനുള്ളത്. ഫായിസെ, നമുക്ക് 2 പാട്ടൊക്കെ കേട്ട് ഫായിസിന്റെ അടുത്തൊരു പാട്ടുകൂടെ ഫായിസ് പാടണം കേട്ടോ. ഒരു പാട്ട് കേട്ടാലോ? ഇപ്പം അതാണ് കോയമ്പത്തൂരിൽ നിന്ന് ഷെറിൻ ആന്റി ഒരു പാട്ട് പാടിത്തരും ഫായിസിന് പ്രത്യേകമായി. മോനു, ഫായിസ് മോൻ സുഖായിരിക്കുന്നോ? സന്തോഷേട്ടോ ഇങ്ങനെയും കാണാൻ പറ്റിയതില്. നന്നായിരിക്കും. ഓക്കെ. ഇവിടെ നല്ല മഴയാണ്. റേഞ്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്ന് അറിയില്ല. ഞാൻ റഫി സാബിന്റെ ഒരു പാട്ട് പാടാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള അദ്ദേഹത്തിന് ഒത്തിരി എല്ലാ പാട്ടുകളും വളരെ മനോഹരമാണ്. അതില് ഒരു പാട്ട്. बहारो फूल बरसाओ, मेरा महबूब आया है, मेरा महबूब आया है। हवाओ रागनी गाओ, मेरा महबूब आया है, मेरा महबूब आया है। बहारो फूल बरसाओ, मेरा महबूब आया है, मेरा महबूब आया है। ओ लाली फूल की मेहंदी लगाई न गोरी हाथों में, उतर आए खटा काजल लगाई न प्यारी आंखों में। सता बहारो फूल बरसाओ, मेरा महबूब आया है, मेरा महबूब आया है। बहारो फूल बरसाओ, मेरा महबूब आया है, मेरा महबूब आया है। ലിറിക്സ് മാറിപ്പോയി പെട്ടെന്ന്. മറന്നുപോയി ലിറിക്സ്. സോറി. നന്നായി പാടി. ശരൺ അങ്ങനെ പാട്ട് കേൾക്കാത്തതായിട്ട് സത്യത്തിൽ ആരും ഉണ്ടായിരിക്കില്ല. അതെ അതെ. ബഹാറും പൂൽ അതിമനോഹരമായി നമ്മുടെ മനസ്സിൽ തട്ടുന്നു. പ്രത്യേകത വെച്ചാൽ അദ്ദേഹം എങ്ങനത്തെ ജോണർ പാടിയാലും അതിലൊരു വേദന ഉണ്ടാവും. എപ്പോഴും ഒരു പെയിൻ ഉള്ള പോലെ. അതെ 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 അതെ. ഏത് വോയിസ് എടുത്താലും അത്. അതെ. അതേസമയം നൗഷാദ് കിളിമാനൂർ നമുക്ക് വാവ് സൂപ്പർ നിഷ നൈസ് വോയിസ് എന്ന് പറഞ്ഞിട്ട് നൗഷാദ് കിളിമാനൂരിന്റെ മെസ്സേജ്. രാധിക മേനോൻ, ലവ്ലി സോങ് നിഷ, റിജി രഘു നിഷ നന്നായി പാടിയെന്ന്. ബൈജു
അരീക്കോട്. റോയ് ശാസ്താംകോട്ട നല്ല പരിപാടിയാണ്, താങ്ക് യു. എല്ലാവർക്കും നന്ദി താങ്ക് എന്ന് യു. ജിഷ സുബിൻ. ഷെറിൻ സൂപ്പർ എന്ന് ജിഷ സുബിൻ മെസ്സേജ് ചെയ്യുന്നു. സുകുമാരൻ, ഇതിൽ പങ്കെടുത്ത മലയാളത്തിന്റെ എല്ലാ വാനമ്പാടികൾക്കും 1000 അഭിനന്ദനങ്ങൾ, ഈദാശംസകൾ നേരുന്നു. ഇതുപോലെ ഒത്തുചേരാൻ ഇനിയും നല്ലവരായ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഇനിയും അവസരം ഉണ്ടാകട്ടെ എന്ന് രാധിക മേനോനും വണ്ടർഫുൾ സോങ് എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്യുന്നു. സജിൻ ജയരാജ്, നിഷാജി ആൻഡ് ഷെറിൻജി പൊളിച്ചു. ഞാനിവിടെ ഒരു കുഞ്ഞു പണി ചെയ്യുക, ലൈവ് ഓൺ ആക്കി വെച്ച്. അയ്യോടാ, ലൈവ് ഓൺ ആക്കി വെച്ച് പ്രോഗ്രാം കണ്ടോണ്ട് ചെറിയ പണി ചെയ്യുവാണ്. അപ്പോ ഷെറിൻ സൂപ്പർ എന്ന് നിഷാദ് നൗഷദ് കിളിമാനൂർ വീണ്ടും സന്ദേശം അയക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് നിങ്ങൾ എല്ലാവരും ഈ പെരുന്നാളൊക്കെ ആയിട്ട് തിരക്കുള്ളവരായതുകൊണ്ട് നമുക്ക് ഈ ഒരു റൗണ്ടോട് കൂടി നമുക്ക് വീണ്ടും അടുത്ത ദിവസം അടുത്ത ആഘോഷ പരിപാടികളിൽ ചേരാമെന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് ദിലീപേ, അതല്ലേ നല്ലത് ദിലീപേ? ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ പറഞ്ഞോട്ടെ. എല്ലാവരോടും എന്റെ സന്തോഷമായിരിക്കും. ഇതുവരെ ഞാനെങ്കിൽ ലൈവിൽ വന്നിട്ടില്ല, പക്ഷെ പാട്ടൊക്കെ കേട്ടും കുറച്ചു നേരം ഇരിക്കാന്നുള്ളൊരു വലിയ സന്തോഷമാണ്. അവളിപ്പോ ചെറിയ തിരക്കിലായിട്ടാണ് തോന്നുന്നു, വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അത് നോക്കണ്ടില്ല. പിന്നെ അതിന്റെ മുകളിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. പിന്നെ ഞാനും പിന്മാറുന്നു. പാട്ടൊക്കെ കേട്ടു, നിങ്ങളെ പരിപാടി ഭയങ്കര സന്തോഷം. പിന്നെ എല്ലാവരോടും പാടിയ ആൾക്കാരും പേരെനിക്ക് ഞങ്ങളുടെ അന്വേഷണം പറയണം, സന്തോഷം അറിയിച്ചു എന്ന് പറയണം. തീർച്ചയായിട്ടും. ആരെയും പേരെനിക്ക് അറിയില്ലെങ്കിലും എല്ലാവരെയും പാട്ടുകൾ നല്ല ഇതായിട്ടുണ്ട്. ഞാൻ അതിന് വേണ്ടിട്ട് ഞാൻ കാത്തുന്നത്. ഇതുവരെ ഞാൻ ഇങ്ങനെ ഒരു ലൈവിൽ വന്നിട്ട് ഞാൻ ഇത്ര നേരം നിൽക്കില്ല. അപ്പം എല്ലാവരോടും സന്തോഷം. പിന്നെ ഓക്കെ, താങ്ക്സ്. അതെ, അപ്പൊ ഒത്തിരി ഞങ്ങൾ കലാകാരന്മാരെക്കാൾ കൂടുതൽ അത് ആസ്വദിക്കാൻ കഴിയുന്ന കഴിവാണ് ഏറ്റവും വലുത് എന്ന് പറയാ. അല്ല, ഞാൻ എന്താ പറയുക, ഇവിടെ 7 വർഷമായിട്ട് ഞാൻ ഇവിടെ സൗദി അറേബ്യയിലുള്ള സമയത്ത് പല പരിപാടിക്ക് ഞാൻ പോകുന്നുണ്ട്. ജിദ്ദയിലും റിയാദിലൊക്കെ ഞാൻ വന്നിട്ടുണ്ട്. അപ്പം പലയിടത്തിലും വന്നിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല. നമ്മൾ ചിലപ്പോൾ ക്യാമറമാൻ ആയതുകൊണ്ട് നമ്മൾ ആ സമയത്ത് ഇങ്ങനെ ഈ ആസ്വദിക്കാൻ പറ്റില്ല. നമ്മളെ ടെൻഷൻ വേറെ ആയിരിക്കുമല്ലോ. പാടുന്നത് നമ്മൾ ഈ സമയത്താണ് നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. ഇത് ലൈവ് ഇതായിട്ടുള്ളത്. അപ്പം കേട്ട് മറ്റേ ചേച്ചീന്റെ പാട്ടെല്ലാം കേരളത്തിൽ നിന്നുള്ള ചേച്ചീന്റെ പാട്ടെല്ലാം അടിപൊളിയായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കോയമ്പത്തൂരിലെ ചേച്ചീൻ്റെ എന്ന് പറഞ്ഞാല് നല്ല ഇതാണ്, വോയിസ് ആണ്. പിന്നെ എന്താ പറയേണ്ടത്, ഇത് ലിങ്ക് ഒന്ന് അയച്ചു തരുക, കേൾക്കണം എന്ന് താല്പര്യമുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരോടും എന്റെ സ്നേഹാന്വേഷണം. പിന്നെ ഈദ് മുബാറക്ക്. താങ്ക്സ്. ഓക്കെ, ബൈ. അപ്പൊ ഒത്തിരി സന്തോഷം. ദിലീപാണ് നമുക്കിപ്പോ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സായി ടീച്ചറിന്റെ മലയാളത്തിന്റെ മനം കവർന്ന ചെറിയ കുട്ടികളെ മുതല് വന്ധ്യ വയോധികരെ വരെ വീണ്ടും ക്ലാസ് മുറികളിലേക്ക് കൊണ്ടുവന്ന ടീച്ചറാണ് സായി ശ്വേത ടീച്ചർ. ടീച്ചറുടെ പ്രിയതമൻ, ടീച്ചറുടെ കുട്ടികൾ മാത്രല്ല ഫിറോസ്, നമ്മളും കണ്ടു ഇരുന്ന് പോവും. നമുക്കും കൂടെ അങ്ങ് വിളിക്കാൻ തോന്നും. അതാണ് നിഷ ഞാൻ പറഞ്ഞത്. ഈ ചെറിയ കുട്ടികൾ മുതൽ വന്ധ്യ വയോധികർ വരെ വീണ്ടും ക്ലാസ് റൂമിലേക്ക് വന്നു എന്നുള്ളതാണ്. അവർ വീണ്ടും വിദ്യാർത്ഥികളായി പോയി എന്നുള്ളതാണ്. അടുത്ത ആഴ്ച മഴവിൽ മനോന്റെ ഉടൻമണത്തിന്റെ അകത്ത് അവളൊരു പരിപാടി ഉണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. വന്നിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും. ഓക്കെ, അവരോട് നമസ്കാരം, നന്ദി. നമ്മളെല്ലാവരും കാണുന്നു, നമ്മളെല്ലാവരും കൂടെ ഉണ്ട്. ഓക്കെ, താങ്ക്സ്. ഓക്കെ, ബൈ. ഒത്തിരി സ്നേഹം ദിലീപ്, ഒത്തിരി സ്നേഹം. സജിൻ ജയരാജ് വീണ്ടും നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. സജിൻ നമുക്ക് ജസ്റ്റ് ലീവ് ചെയ്തിട്ട് പോകുന്ന ആ സമയത്ത് പോലും നമ്മുടെ ലൈവ് ഇരിക്കുകയായിരുന്നു. നിഷയുടെ ഒക്കെ പാട്ടുകൾ കേട്ടു, ഷെറിന്റെ പാട്ട് കേട്ടു എന്നൊക്കെ ഇങ്ങനെ മാപ്പിളപ്പാട്ടും അടിപൊളിയായിട്ടുണ്ട്. ഞാൻ ആക്ച്വലി കുഞ്ഞിന്റെ അടുത്തായിരുന്നു. 2 മിനിറ്റ് അവരോട് കളിച്ചിട്ടും കൂടെ അതാണ് ഒരു സെലിബ്രിറ്റി ക്രിക്കറ്ററും കൂടിയാണ് സജിൻ കേട്ടോ. അതൊരു സെലിബ്രിറ്റി ക്രിക്കറ്ററും കൂടിയാണ് സജിൻ. ക്രിക്കറ്റ് പ്ലെയർ ആണ്. അങ്ങനെ ഒരു യങ് ചാപ്പ് എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് എനർജിയുടെ ഒരു പര്യായമാണ് സജിൻ. വയസ്സാവാറായി. അയ്യോ, അല്ല സജിൻ പാടുമ്പോഴുള്ള ബോഡി ലാംഗ്വേജ് എന്ന് പറയുമ്പോ ശരിക്കും അതിലങ്ങോട്ട് ലയിച്ചു ചേർന്നിട്ട് സജിൻ പാടുന്നത്. അതെ, ഇനി നമുക്ക് സജിൻ തന്നെ പാടിയ സിനിമയിൽ സജിൻ തന്നെ പാടിയ ഒരു പാട്ടും കൂടെ സജിനെ കൊണ്ട് നമുക്ക് പാടിപ്പിക്കണം. അപ്പൊ അതിന് മുമ്പ് ഇനിയിപ്പോ ലിറിക്സ് ഒക്കെ എടുത്ത് നോക്കി കേട്ടോ. ബാക്കി എല്ലാ പാട്ടിന്റെ ലിറിക്സ് അറിയാം, സ്വന്തം പാട്ടിന്റെ ലിറിക്സ് മിക്കാറും മറന്നു കാണാൻ. അതെ. അപ്പൊ നമുക്ക് റിനിയുടെ പാട്ട്, ശാലിനിയുടെ പാട്ട്, അത് കഴിഞ്ഞിട്ട് നമുക്ക് സജിന്റെ ഒരു പാട്ടും കൂടെ കേട്ട് നമുക്ക് ഈ സെഷൻ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ്. റിനിയുടെ ആരാധകരൊക്കെ വീണ്ടും മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റിനിയുടെ ഒരു പാട്ട് വേണമെന്ന് റിജി രഘു പറയുന്നു. വർഷ കുഞ്ഞുമോൻ, റിനി ചേച്ചി ഒരു സോങ് കൂടിയെന്ന് ബീന PM, വണ്ടർഫുൾ സോങ്, മെമ്മറബിൾ ഗുഡ് സിംഗിങ് എന്ന് എനിക്ക് തോന്നുന്നു നേരത്തെ പാടിയ പാട്ടുമായി ബന്ധപ്പെട്ടാണ്. വർഷ കുഞ്ഞുമോൻ, അന്നക്കുഞ്ഞ് വെയിറ്റിംഗ്. അന്നക്കുഞ്ഞ് എന്ന് പറയുന്ന റിനിയാണോ ഉദ്ദേശിക്കുന്നത്?
എന്റെ മോള്. മോളാണോ? ആ അതെ. ഈ വർഷ കുഞ്ഞുമോൻ എന്ന് പറയുന്നത് റിനിയുടെ ആരാണ്? എന്റെ നെയ്ബറാ. ആ നെയ്ബറാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം അവരെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു അവിടെ സന്ധ്യയാവുന്നു. ഇത്തിരി കൂടെ കഴിഞ്ഞാൽ നമുക്ക് ആർട്ടിഫിഷ്യൽ ലൈറ്റപ്പ് ചെയ്യേണ്ടി വരും. അപ്പൊ അതിനു നമുക്ക് ഈ പാട്ടങ്ങ് പാടിക്കളയാം. അതെ അതെ. അപ്പൊ റിനിയുടെ അടുത്തൊരു പാട്ടിലോട്ട് നമ്മൾ പോവാണ്. आपकी नज़रों ने समझा प्यार की काबिल मुझे दिल के धड़कन दे हर जा मिल गई मंजिल मुझे आपकी नज़रों ने समझा जी हमें मंसूर है आपका ये फैसला जी हमें मंसूर है आपका ये फैसला कह रही है हर नस्ल मंद पर शुक्रिया हम सके अब जिंदगी में कर लिया शामिल मुझे दिल की धड़कन दे हर जा मिल गई मंजिल मुझे आपकी नज़रों ने समझा. वाह, ഒരു രക്ഷയില്ല. क्या बात है. Thank you. അടിപൊളി റിനി. Thank you. അപ്പൊ റിനിത ഇത്രയും റിസ്ക് എടുത്താണ് ഇവിടെ നിൽക്കുന്നത് കേട്ടോ. എനിക്ക് തോന്നുന്നു അവിടുത്തെ രാത്രിയായി ഇവിടെ കേരളത്തില്. അത് ഫിറോസ് പറഞ്ഞ പോലെ തന്നെ ആ സ്പിരിറ്റ് ശരിക്കും ഹാറ്റ്സ് ഓഫ്. അതെ അതെ അതെ. 7 മണിയും 6 മിനിറ്റും ആവുന്നു. മിക്കവാറും അപ്പച്ചൻ ഇപ്പൊ ഇറങ്ങി വരും എന്ന് തോന്നുന്നു റിനി. 7 മണി 6 മിനിറ്റും ആയാലും നീ വെളിയിൽ എന്തോ കറക്കാം എന്നും ചോദിച്ചോണ്ട്. അപ്പൊ റിനി ഒത്തിരി സന്തോഷം. നല്ല വോയിസാണ്. നല്ല വോയിസാണ്. അപ്പൊ റിനി തകർക്കട്ടെ. റിനിയുടെ ആരാധകരൊക്കെ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നു, മെസ്സേജുകൾ അയച്ചുകൊണ്ടിരിക്കുന്നു. റിനിതായി നമ്മുടെ പ്രോഗ്രാം തീരുന്നവരെ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ റിനി പുറത്ത് നിൽക്കുന്നത് കൊണ്ട് നമുക്ക് ഞാൻ ലീവ് ചെയ്തോട്ടെ? ഒരു കുഴപ്പമില്ല. ഒത്തിരി സന്തോഷം. റിനി ജസ് ഇനിയും നമ്മുടെ പ്രോഗ്രാമുകളിൽ വന്ന് ഗംഭീരമായി പാടി തകർക്കട്ടെ കേട്ടോ. ആശംസകൾ. സജിൻ രണ്ടു വാക്ക് പറയും. റിനിയുടെ പാട്ടിനെ കുറിച്ച്. സജിൻ മൈക്ക് മ്യൂട്ട് ചെയ്തിരിക്കുന്നു. സജിന്റെ മൈക്ക് മ്യൂട്ട് ചെയ്തിരിക്കുന്നു. അത് ഇവിടെ നിന്ന് ശബ്ദം കേൾക്കണ്ടെന്ന് വിചാരിച്ചിട്ടായിരുന്നു. കുഞ്ഞിന്റെ വിളിയൊക്കെ ഉണ്ട്. നല്ല ശബ്ദമാണ്. കൂടുതൽ പാടണം, പ്രാക്ടീസ് ചെയ്യണം, അതിന് സീരിയസ് ആയിട്ട് കാണുക. അപ്പൊ എന്താ പറയാ, എല്ലാ ആശംസകളും ഒരിക്കൽ കൂടി. എന്താ പറയാ, പരിചയപ്പെടാൻ പറ്റിയ ഒരുപാട് സന്തോഷം. വീണ്ടും ഒരു സജിന്റെ പാട്ടെന്നല്ല, ഒരിക്കൽ ലൈവ് കണ്ടായിരുന്നു ഞാന് എവിടെ ഒരു ഗ്രൂപ്പില്. നല്ല പാട്ട്, എല്ലാവരും നല്ലതായിട്ട് പാടി. എല്ലാവർക്കും എന്റെ ആശംസ. ഓക്കെ റിനി. ഞങ്ങളുടെയും ഒത്തിരി സ്നേഹവും സന്തോഷവും ഒക്കെ അറിയിക്കുന്നു. ഒത്തിരി സന്തോഷം. അപ്പോ സത്യത്തിൽ റിനിയുടെ ആ സ്പിരിറ്റ്, അതിനു മുമ്പിൽ നമ്മൾ ഹാറ്റ്സ് ഓഫ് അടിച്ചു പോവാണ്. കാരണം ഈ എന്ത് പ്രതിസന്ധി ഉണ്ടായാലും അതിനെ അതിജീവിക്കാനുള്ള ഒരു മനസ്സ്. അറിഞ്ഞില്ല ആക്ച്വലി. അതെ, സത്യം. അയ്യോ, പാട്ടിനോട് അത്ര ഇഷ്ടമാണ്, പാടാനും വലിയ ഇഷ്ടമാണ് റിനിക്ക്. അപ്പോ നമുക്ക് ലൗലി ജനാർദ്ദനൻ വീണ്ടും നമുക്കിപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട് കേരളത്തിൽ നിന്ന്. നമുക്ക് അടുത്ത പാട്ട് നമുക്ക് ശാലിനിയുടെ പാട്ടിലേക്കല്ലേ ഇനി പോകേണ്ടത്. നമുക്ക് ശാലിനിയുടെ പാട്ട് കേൾക്കാം. ശാലിനി, അടുത്ത നമ്പർ കേട്ടോ. ഓക്കെ. വിളിച്ച് കച്ചവടത്തിന്നയച്ച് കണ്ട നേരം കൽവിനുള്ളിൽ മോഹമോദിച്ചു. മോഹ
കാറ്റുമുന്നനബി വിളിച്ച് കച്ചവട തിന്നയച്ച് കണ്ട നേരം കൽവിനുള്ളിൽ മോഹമോദിച്ചു മോഹമോദിച്ചു. മാണിക്യമലരായ പൂവി മഹദിയാം ഖദീജ ബീവി മക്ക എന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി വിലസിടും നാരി. മാണിക്യമലരായ പൂവി മഹദിയാം ഖദീജ ബീവി മക്ക എന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി വിലസിടും നാരി. വാ, തകർത്തു 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 ശാലിനി, തകർത്തു. ശാലിനി അവിടെ ചെറിയ എന്തോ റേഞ്ചിന്റെ പ്രശ്നമുണ്ട് കേട്ടോ. ശാലിനി കേൾക്കുന്നുണ്ടോ? ശാലിനി, ഇതാ മാലിനി രമേശ് കുറച്ചു നേരം കൊണ്ട് മെസ്സേജ് ചെയ്യുന്നുണ്ട്. മാലിനി രമേശ് എനിക്ക് തോന്നുന്ന പേര് കേട്ടിട്ട് ശാലിനി മാലിനി സഹോദരി മാലിനി രമേശ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ബിബിൽ പി കെ, ജിഷ സുബിൻ റിനിയുടെ അമേസിംഗ് വോയിസ് ആണെന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. നമ്മുടെ ജിഷ നമ്മുടെ ഒരു വെൽവിഷറും അതുപോലെ നമ്മുടെ ഗസ്റ്റ് ആയിട്ട് ഇതിന് മുമ്പൊക്കെ വന്നിട്ടുള്ളതാണ്. സിനിമാ പ്രവർത്തകയും കൂടിയാണ്. കുവൈറ്റിൽ ജിഷ കാണുന്നു. ഹായ് ജിഷ. അത് ശരി. ഷെറിന്റെ കോളേജ് മേറ്റ്, രണ്ടും സ്കൂള് തൊട്ട് ഒരുമിച്ചുള്ള ആളാണ്. അത് ശരി. അപ്പൊ ജിഷ ഇവിടെ ഷെറിൻ കാണുന്നുണ്ട്, ഷെറിൻ അന്വേഷിക്കുന്നുമുണ്ട് ജിഷയെ. അപ്പൊ ഞങ്ങളുടെ എല്ലാം ഹായും പറയുന്നു. ഈദ് മുബാറക്. തകർത്തേക്കു. റിജി രഘു ഒരു മെസ്സേജ് ചെയ്യുന്നു. അങ്ങനെ കുറെ മെസ്സേജുകൾ. ബീന പി എമ്മിന്റെ സന്ദേശം നമുക്ക് എല്ലാവർക്കും വരുന്നു. അപ്പൊ ശാലിനിയുടെ മനോഹരമായ പാട്ടിൽ നിന്ന് നമ്മൾ സജിന്റെ പാട്ടിലോട്ട് പോയാലോ? സജിന്റെ പാട്ടിലോട്ട് പോയിട്ട് നമുക്ക് ലൗലിയുടെ പാട്ടിൽ അവസാനിപ്പിക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഓക്കെ. അപ്പൊ ലൗലി ജനാർദ്ദനന്റെ അതിഗംഭീരമായ ഒരു പ്രകടനത്തിലോട്ട് നമ്മൾ അങ്ങ് കയറുവാണ്. ഇത് നോക്കൂ, ഇതും മറ്റൊരു സ്പിരിറ്റിന്റെ ഉദാഹരണമാണ്. പാട്ടിനെ, സംഗീതത്തെ അത്രയേറെ സ്നേഹിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ നമ്മളോട് ഉള്ളൊരു സ്നേഹം കൊണ്ടോ, അല്ലെങ്കിൽ ആ ഒരു കമ്മിറ്റ് ചെയ്തു പോയത് കൊണ്ട് ആ ഫോൺ ചാർജ് ചെയ്ത് വെച്ച് ഇതിന് ശേഷം തിരിച്ചു വന്ന് ജോയിൻ ചെയ്തിരിക്കുകയാണ്. അതിന് ഒരു പ്രത്യേകം കയ്യടി ലൗലിക്ക് നമ്മളുടെ വകയായി. ലൗലി, പാട്ടിലോട്ട് ആദ്യം തന്നെ എല്ലാവർക്കും ഒരു സോറി പറഞ്ഞോട്ടെ. ഞാൻ പവർ ബാങ്ക് കൊടുത്തിരുന്നു, എന്നിട്ടും ചാർജ് കയറിയില്ല. ചിലപ്പോ ഇടയ്ക്ക് വീണ്ടും പോവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ എല്ലാവർക്കും ഒരു നന്ദിയും കൂടി പറഞ്ഞോട്ടെ. ആദ്യം തന്നെ ഒരിക്കൽ കൂടി ഈദ് ആശംസകൾ എല്ലാവർക്കും അറിയിച്ച് ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും എന്റെ സ്നേഹം നിറഞ്ഞ നന്ദിയും ഒക്കെ അറിയിച്ചുകൊണ്ട് ഒരു പാട്ട് കൂടി പാടാം. ഓക്കെ. ആയിരം കാതം അകലയാണ് മായാതെ മക്ക മനസ്സിലേക്ക്. ആയിരം കാതം അകലയാണ് മായാതെ മക്ക മനസ്സിലേക്ക്. ലക്ഷങ്ങളെത്തി മദീന അക്ഷയ ജ്യോതിസിൻ പുണ്യഗേഹം സഭാമാർവാമലയുടെ ജ്യോതി സാക്ഷ്യം തണലായി തുണയായി സംസം കിണറിന്നു അണകെട്ടി നിൽക്കുന്നു പുണ്യതീർത്ഥം. തണലായി തുണയായി സംസം കിണറിന്നു അണകെട്ടി നിൽക്കുന്നു പുണ്യതീർത്ഥം. കാലപ്പഴക്കത്താൽ മാറ്റാൻ കഴിയുമോ ബിലാലിൻ സുന്ദര പാങ്കളിക
കുളിരിടും വാക്യങ്ങളെന്റെ കരളിലെ കരകൾ കഴുകിടും. ആയിരം കാതം അകലയാണെ മായാതെ മക്ക മനസ്സിലേക്ക്. തിരുനബിയുര ചെയ്ത സാരോപദേശങ്ങൾ അരുളട്ടിക പരാനുഗ്രഹങ്ങൾ. തിരുനബിയുര ചെയ്ത സാരോപദേശങ്ങൾ അരുളട്ടിക പരാനുഗ്രഹങ്ങൾ. എന്നെ പുണരുന്ന പൂനിലാവേ റസൂലിൻ തിരുമൊഴിയേ അല്ലാഹുവേ നിന്നരുളുന്നു മാത്രം കള്ളല്ലേ എൻ തമ്പുരാൻ. ആയിരം കാതം അകലയാണെ മായാതെ മക്ക മനസ്സിലേക്ക്. ലക്ഷങ്ങളെത്തി നമിക്കും മദീന അക്ഷയ ജ്യോതിസിൻ പുണ്യഗേഹം. സഭാമാർവാ മലയുടെ ചോട്ടി സാഫല്യം നേടി ഒരു രക്ഷയില്ല. നിങ്ങളൊക്കെ തന്നെ ഞാൻ പറയുന്നത് ഹലോ ഞാൻ പറയുന്നത് ഒന്നുകൂടെ കേൾക്കാവോ? കേൾക്കാം. എക്കോ ഉണ്ടോ? എന്താണ്? ഉണ്ട്. ഓക്കെ എനിക്ക് തോന്നുന്നു സജിനെ പറഞ്ഞോ. സജിനെ മൈക്ക് മ്യൂട്ടാണ്. സജിൻ അൺമ്യൂട്ട്. അത് മറന്നു പോകുന്നട്ടോ, സോറി. ആദ്യം തന്നെ വേറെ ഒരു മൂഡിലാക്കി കളഞ്ഞു ചേച്ചി. എല്ലാം റിപ്പീറ്റ് അടിക്കുന്നുണ്ടല്ലോ, ശബ്ദം എക്കോ അടിക്കുന്നല്ലേ. അയ്യോ ഇതെന്താണ് സംഭവം? ഇതുവരെ ആ പ്രശ്നം ഉണ്ടായിരുന്നില്ല. കുഴപ്പമില്ല ചേച്ചി, 2 പ്രാവശ്യം കേട്ടോ ചേച്ചി. അസലായിട്ട് പാടി. വേറൊരു സ്റ്റൈൽ ഓഫ് വോയിസ്, സോങ് സെലക്ഷൻ നന്നായിട്ട്. അത് എന്താ പറയാ, നല്ല ഫീൽ. സൂപ്പർ. ഭയങ്കര കറക്റ്റ് വേർഡ് എന്ന് പറഞ്ഞാൽ സിംഗിങ്. അങ്ങനെ കണ്ണടച്ച് അങ്ങനെ Thank you, Sajin. Thank you so much. നമുക്ക് സജിന്റെ ഒരു പാട്ടും കൂടെ കേട്ട് നമുക്ക് ഇത് അവസാനിപ്പിക്കാൻ തോന്നുന്നു. ചെറിയൊരു സാങ്കേതിക പ്രശ്നം കാണിക്കുന്നു. ഈ നമ്മൾ പറയുന്ന കാര്യം ഒന്നും കൂടെ വരുന്നുണ്ട്. ശരിയാണ്. ഈ സമയത്ത് നമ്മൾ ഒരു പാട്ടിലേക്ക് പോകണ്ട. അപ്പൊ സജിൻ ഒരു കാര്യം ചെയ്യാം. സജിന്റെ കുറച്ച് വിശേഷങ്ങൾ എനിക്ക് തോന്നുന്നു പുള്ളിയുടെ പാട്ട് കേൾക്കാൻ കഴിഞ്ഞിട്ടാണ് വീണ്ടും വരാൻ പറഞ്ഞത്. ഭാഗ്യമില്ല. അല്ലെങ്കിൽ ഞാനിപ്പോ ഹെഡ്ഫോൺ എടുത്തിട്ട് ഞാൻ
എന്താണ് സംഭവിക്കുന്ന ഒരു പിടി കിട്ടുന്നത്? ഓഡിയോ പ്രശ്നമാണോ? ഫിറോസ്ക ഓഡിയോ ഒന്ന് കട്ട് ചെയ്ത്. ഞാൻ കട്ട് ചെയ്ത് നോക്കാം. ചെക്ക് ഹലോ. പണിവാളി. വെരി സോറി സജിൻ, വേറെ എന്തോ തിരക്കുണ്ടായിരുന്നു അതിന്റെ ഇടയിൽ ഞാനായിട്ടാണ്. നമുക്ക് ഏതായാലും ഒരു പാട്ടിലേക്ക് പോകാൻ പറ്റുന്ന അവസ്ഥയല്ല. എന്തോ ചെറിയ സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. ഒത്തിരി പേര് ഞങ്ങളെ കണ്ടുകൊണ്ടിരുന്നു, ഇപ്പോഴും മെസ്സേജുകൾ ചെയ്യുന്നുണ്ട്. ബിനോയ്, റോയി ശാസ്താംകോട്ട, വിധു അഞ്ചൽ. ഇയർഫോൺ ഉപയോഗിക്കുന്നെങ്കിൽ പിൻ ചെക്ക് ചെയ്യാൻ. എന്റെ മാത്രമല്ലല്ലോ അല്ലേ? എല്ലാവരുടെയും റിപ്പീറ്റ് ചെയ്യുന്നു. ഏതായാലും ചെറിയ സാങ്കേതിക പ്രശ്നങ്ങളുള്ളത് കൊണ്ട് ദയവായി നിങ്ങളോട് സദയം ക്ഷമിക്കുക. എല്ലാ സ്നേഹവും അറിയിക്കുന്നു. ലൗലി ജനാർദ്ദനൻ, ശാലിനി റിയാദിൽ നിന്ന്, നിഷ ബിനേഷ്, ഒപ്പം ഷെറിൻ ജോർജ് കലാക്ഷേത്ര കോയമ്പത്തൂരിൽ നിന്ന്, സജിൻ ജയരാജ്. സജിൻ ഇപ്പൊ പ്രശ്നം മാറിയെന്ന് തോന്നുന്നു കേട്ടോ. സജിൻ ഇപ്പൊ ശരിയായി. സജിനെ പാടാതെ വെടിയിക്കില്ല. അതാണ് എനിക്ക് തോന്നുന്നത്. അതാണ്. അപ്പൊ ഷെറിൻ, നമുക്ക് സജിന്റെ പാട്ടും കൂടെ കേട്ട് നമുക്ക് ഇത് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കാം. സിനിമയിൽ പാടിയ പാട്ട് തന്നെ പാടണമെന്ന് നിർബന്ധമുണ്ടോ? നിർബന്ധം ഉണ്ടെങ്കിൽ ഞാൻ പാടും. ഇല്ല, അങ്ങനെ ഒരിക്കലും നമ്മൾ നിർബന്ധം പിടിക്കില്ല. കാരണം ഈ വരികൾ മറന്നുപോയ ആളിനെ നമ്മള് ഈ ലൈവില് പരീക്ഷിക്കുന്നത് ശരിയല്ലല്ലോ, അല്ലേ? ഞാൻ ഒരു കാര്യം ചെയ്യും. ഞാന് ഏറ്റവും കൂടുതൽ ഇഷ്ടം പറഞ്ഞോളൂ. അത് കേട്ടില്ല, അവസാനം പറഞ്ഞത് കേട്ടില്ല. ഏറ്റവും കൂടുതൽ ഇഷ്ടം ഗസൽ പാടാനാണ്. എന്നാലും ഗസൽ പാടണം, അല്ല അതല്ലെങ്കിൽ ബാബുക്കയുടെ ഒരു പുഷ്പമോ അങ്ങനെ എന്തെങ്കിലും, ഇന്നലെ മയങ്ങുമ്പോഴോ അങ്ങനെ എന്തെങ്കിലും പാടാം. ഗസലായാലോ? നിങ്ങൾ തന്നെ പറഞ്ഞോളൂ. മ്യൂട്ടാണ്. ഗസലായാലോ? എന്റേത് മ്യൂട്ടാണോ? അല്ല, ഷെറിൻ പറഞ്ഞോളൂ. ഷെറിനെ അല്ല, എല്ലാം എന്റെ അഭിപ്രായത്തിൽ ഒരു ബാബുക്ക പാട്ടും ഒരു ഗസലും കൂടെ പാടാമെന്നാണ്. അത് തന്നെ. പാട്ട് എത്രയും നമുക്ക് കേൾക്കാലോ. അതെ, ഒരു രണ്ടും പാടാം. അപ്പൊ ഗുലാം അലി സാബിന്റെ ഒരു ഗസൽ പാടിയിട്ട് ഇന്നലെ മയങ്ങുമ്പോൾ പാടി നിർത്താം. ഓക്കെ, ചുക്കിയെ തന്നെ പാടാം. അതപ്പോ എല്ലാവർക്കും അറിയാലോ. ഒറ്റ സെക്കൻഡേ, ശ്രുതി നോക്കട്ടെ. ഓക്കെ. हे चिले ना वो मेरा पर्दे का कौन दफतन, हे चिले ना वो मेरा पर्दे का कौन दफतन, और दुपट्टे से तेरा वो मुन छुपाना याद है, हमको अब तक आशिकी का वो जमाना याद है, चुपके चुपके रात दिन आंसू बहाना याद है, चुपके चुपके रात दिन आंसू बहाना याद है, हमको अब तक आशिकी का वो जमाना याद है, चुपके चुपके रात दिन आंसू बहाना याद है. ഗസൽ കഴിഞ്ഞു. വാ, ക്യാ ബാത് ഹൈ.
ഇവിടെ നമ്മുടെ സുഹൃത്തുക്കളും മെസ്സേജ് ചെയ്യുന്നത് ക്യാ ബാധ എന്നൊക്കെ തന്നെയാണ് കേട്ടോ. വാ വാ ക്യാ ബാധ എന്ന് ജയ രമേശ് മെസ്സേജ് ചെയ്യുന്നു. രാധിക മേനോൻ വാവ് ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞിട്ട് മെസ്സേജ്. സുകുമാരൻ, റിനി ജസ് എക്സലന്റ് എന്ന് പറയുന്നു. റിനി ജസ് പോയിട്ട് നമ്മുടെ പ്രോഗ്രാം കണ്ടോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഒത്തിരി സന്തോഷം റിനി. ബിനോയ് കൊണ്ടാണ് സ്പീഡില്. ഓക്കെ ഓക്കെ ഓക്കെ, അടുത്തൊരു പാട്ട് കേട്ടോ. ശരി, എനിക്കല്ല എല്ലാവർക്കും ഒരുപാട്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ ഷെറിൻ, എനിക്ക് അപ്പോ മൈക്ക് മ്യൂട്ടായി പോയോ? അല്ല, എനിക്ക് ആക്ച്വലി ഒരു കോള് വന്നതാ. ഓക്കെ ഓക്കെ. ഹലോ ഹലോ. കേൾക്കാം കേൾക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ഇന്നലെ മയങ്ങുമ്പോൾ കൂടെ പാടാം. ഓക്കെ. പൗർണമി സന്ധ്യതൻ പാലാഴി നീന്തി വരും വിണ്ണിലെ വെൺമുകിൽ കൊടി പോലെ. പൗർണമി സന്ധ്യതൻ പാലാഴി നീന്തി വരും വിണ്ണിലെ വെൺമുകിൽ കൊടി പോലെ. തങ്കക്കിനാവിങ്കൾ ഏതോ സ്മരണതൻ, തങ്കക്കിനാവിങ്കൾ ഏതോ സ്മരണതൻ തമ്പുരു ശ്രുതി മീട്ടി നീ വന്നോ. തമ്പുരു ശ്രുതി മീട്ടി നീ വന്നോ. ഇന്നലെ ഒരു മണിക്കിനാവിൻ്റെ ചിലമ്പൊലി കേട്ടുണർന്നു. സന്തോഷം സജിൻ. അപ്പൊ ഒത്തിരി സന്തോഷമുണ്ട്. നമ്മൾ ഈ വലിയ പെരുന്നാൾ, നമ്മുടെ ഈ കൂടുതൽ ചെറിയ ആഘോഷം അത് മനോഹരമായിരുന്നു എന്നുള്ള വിശ്വാസമാണ്. നമുക്ക് എല്ലാവർക്കും കൂടുതൽ നല്ല കലാകാരന്മാരാകാൻ കഴിയട്ടെ. നല്ല നിങ്ങൾക്ക് എല്ലാവർക്കും കൂടുതൽ നല്ല മനുഷ്യരാകാൻ കഴിയട്ടെ. ഈ ത്യാഗത്തിന്റെ സന്ദേശം ഉദ്ഘോഷിക്കുന്ന ഈ വലിയ പെരുന്നാൾ ദിനത്തിൽ നമുക്ക് എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള കരുത്ത് ഈ പ്രപഞ്ചം നൽകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും സ്നേഹം അറിയിക്കട്ടെ. കോയമ്പത്തൂരിൽ നിന്ന് ഷെറിൻ ജോർജ്, തിരുവനന്തപുരത്ത് നിന്ന് ലൗലി ജനാർദ്ദനൻ, റിയാദിൽ നിന്ന് ശാലിനി, നിഷ ബിനേഷ്, ഒപ്പം മലയാളത്തിന്റെ പ്രിയപ്പെട്ട പിന്നണി ഗായകൻ സജിൻ ജയരാജ്. എല്ലാവർക്കും സ്നേഹം, ഒത്തിരി സ്നേഹം. നന്ദി. ഗുഡ് ബൈ. താങ്ക് യു എല്ലാവർക്കും. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.